അമ്പലക്കുളങ്ങരെ കുളി കാണാൻ ചെന്നപ്പോൾ അവിടുത്തെ പെൺപിള്ളേർ പെരുമാറി. കല്യാണി കളവാണി കമലാക്ഷി മീനാക്ഷി ഉലക്ക കൊണ്ടവരെൻ്റെ തലക്കടിച്ചു. മുട്ടനൊരു ഏറുകൊണ്ട് പെട്ടെന്ന് ഞാൻ തിരിഞ്ഞപ്പോൾ അയലത്തെ കളവാണി എറിഞ്ഞു വീഴ്ത്തി. കളരിയാശാനെ പോലെ കത്രിക പൂട്ടുപൂട്ടി മിടുക്കിയാം അവൾ എന്നെ കീഴ്പ്പെടുത്തി. കാർത്തിക് ഇത് ഈ സോങ് എവിടെ നിന്നാണ് പഠിച്ചത്? അവന്റെ ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്ത ഏടുകളാണ്. പണ്ട് കാസറ്റ് ഉണ്ടല്ലോടാ, പണ്ട് കാലത്ത് ഈ കോമഡിയൊക്കെ കാസറ്റിൽ വന്നോണ്ടിരുന്നൊരു സമയമുണ്ട്. കോമഡി ഷോയും ഈ ഇതേ മാവേലി കൊമ്പത്തെന്ന് പറഞ്ഞ സംഭവമൊക്കെ ഇല്ലേ. അപ്പൊ അതുപോലെ ഏതോ ഒരെണ്ണത്തിന് അത് വി ഡി രാജപ്പനില്ലേ, പുള്ളിക്കാരൻ എഴുതിയിട്ടുണ്ടായിരുന്ന ഒരു സോങ് ആണ്. അപ്പൊ അന്ന് ഇങ്ങനെ മനസ്സിൽ കയറി പോയൊരു സാധനമാണ്. പക്ഷെ അത് ഇപ്പോഴും മറന്നിട്ടില്ലേ? പാടുകൾ കാണും, പാടുകൾ ഇപ്പോഴും കാണാം. അതായിരിക്കും. അയ്യോ ഓക്കെ നമ്മുടെ അതെ. വെൽക്കം ബാക്ക് ടു ഇയർ എപ്പിസോഡ് ഓഫ് ഇന്റലക്സ് പോഡ്കാസ്റ്റ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹോസ്റ്റ് കാർത്തിക് സൂര്യ. ഞാൻ അഖിൽദാസ്. ശ്രീകാന്ത്. ഞാൻ വിനു. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ള എപ്പിസോഡാണ്. കാരണം ഞങ്ങൾ ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റിനെ കൊണ്ടുവന്നേക്കാണ്. ലോക്ക്ഡൗൺ തുടങ്ങാൻ പോകുന്നത് കാരണം നമ്മുടെ പലവിധ പരിമിതികളും കാരണം പുറത്തുനിന്ന് ഗസ്റ്റിനെ കൊണ്ടുവരാതെ ഇന്ന് നിങ്ങളുടെ റെക്കമെൻഡേഷൻ വീട്ടിനുള്ളിലെ ഒരു ഗസ്റ്റിനെയാണ് നമ്മളിന്ന് കൊണ്ടുവരാൻ പോകുന്നത്. അതെ, നമ്മുടെ അല്ല, എൻ്റെ സ്വന്തം അച്ഛൻ. അതെ, സുരേഷ് ബാബു എന്നാണ് പുള്ളിയുടെ പേര്. വിത്തൗട്ട് എനി അഡ്യൂ എൻ്റെ പിതാശ്രീയെ ഞാൻ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടിരുന്നു. അച്ഛാ ആയോ? ഹായ് അച്ഛാ. ഇപ്പോൾ കണ്ടോണ്ടിരിക്കുന്ന ഓഡിയൻസിന്റെ പെർസ്പെക്റ്റീവിന് വേണ്ടി ഇപ്പോൾ രാത്രി 1 മണിയായി. പാവം ഉറങ്ങുന്ന അച്ഛനെ ഞാൻ വിളിച്ചോണ്ട് വന്നേക്കാണ് ഇതിന് വേണ്ടിയിട്ട്. കാരണം ലോക്ക്ഡൌൺ വരാൻ പോവാണ് അച്ഛൻ. അപ്പൊ നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കണം എപ്പിസോഡ്. അത് മാത്രമല്ല, കാർത്തിക് പറഞ്ഞ് അങ്കിള് 3 മണി വരെ ഇവിടെ പാതിരാത്രി പോലെ നടക്കും, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ യവൻ ചോദിച്ചു റിപ്പറാണോ? ചോദിക്കുന്നോട് തെറ്റൊന്നുമില്ല. പക്ഷെ അങ്ങള് 3 മണിയാവും ഉറങ്ങാം. ഇല്ലല്ലോ, കാർത്തിക് ഒരു അയ്യോ അല്ല സത്യം പറയാം അച്ഛൻ 3 മണിക്ക് 4 മണിക്ക് ചിലപ്പോൾ അവിടെ ഉണർന്നിരിക്കണതാണ്. ചിലപ്പോഴൊക്കെ ഉണർന്നിരിക്കാറുണ്ട്. കാര്യം ഈ പട്ടി കുറയ്ക്കുമല്ലോ, അത് പട്ടി കുറയ്ക്കുന്ന സമയത്ത് എണീറ്റ് നോക്കും. അപ്പൊ ഇവന്റെ ഇവിടെ പ്രകാശം കാണാറുണ്ട്. അല്ല, ഞാൻ ഉറങ്ങാറില്ലല്ലോ. എനിക്ക് രാത്രി വേറെ എന്താ ആവശ്യം? അങ്ങനെ ആവശ്യമല്ലടാ വിനു. എന്നാലും ഈ ഇന്റർനെറ്റിൽ ബ്രൗസിങ്ങും കാര്യങ്ങളും കൂട്ടത്തോട് വരുമ്പോ ഉള്ള ഒരു ഫാമിലി ആയിട്ട് അല്ല, വെട്ടുകിളി എന്ന് പറയാത്ത ഭാഗ്യമായി. മുകേഷ് ആയിരുന്നെങ്കിൽ ഇപ്പൊ കേക്കായിരുന്നു. അയ്യോ. എന്തായാലും അച്ഛാ, താങ്ക് യു ഫോർ കമ്മിങ് ടു ഇന്റലക്സ് പോഡ്കാസ്റ്റ്. ഇപ്പൊ ഞങ്ങള് 4 പേര് ഒന്നിച്ചാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. കേൾക്കാറുണ്ട് എപ്പിസോഡൊക്കെ? കേൾക്കാറുണ്ട്, കമന്റ്സ് ഒക്കെ വായിക്കാറുണ്ട്. എങ്ങനെയുണ്ട് അഭിപ്രായം? എന്താണ് അച്ഛൻ്റെ? കുറെ കൂടെ മെച്ചപ്പെടുത്തേണ്ടിയിരിക്കുന്നു. കാരണം ചില ആൾക്കാരെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്. നിങ്ങൾ 4 പേര് ഇൻഡിവിജ്വലായിട്ട് ഫോക്കസ് ചെയ്യുന്നുള്ള കമന്റ്സ് വരുന്നുണ്ട്. അത് കുറയ്ക്കാൻ പരമാവധി ശ്രമിക്കുക. മനസ്സിലായില്ല അച്ഛാ, കമന്റ് സെഷനിൽ വരുന്നതാണോ? കമന്റ് സെഷനിൽ വരുന്നുണ്ട്. ഒരു വ്യക്തികളെ ആക്കി നോക്കി കമന്റ് ചെയ്യുന്ന ഒരു സംവിധാനം കാണുന്നുണ്ട്. അത് പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കണം. അപ്പൊ ഇന്ന് അച്ഛൻ എൻ്റെ അച്ഛനായതുകൊണ്ട് ഞാൻ തന്നെ അച്ഛനെൻ്റെ അച്ഛനായതുകൊണ്ടാണ്. അങ്ങനെയല്ല, അച്ഛനെൻ്റെ അച്ഛനായതുകൊണ്ട് ഞാൻ തന്നെ അച്ഛൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ ഞങ്ങളുടെ മാക് ബുക്ക് അല്ല, അഖിലേഷിന്റെ കമ്പ്യൂട്ടർ SP-യുടെ മാക് ബുക്ക് വിനുവിന്റെ കയ്യിൽ കൊടുത്തേക്കാണ്. വിനു ആണ് അപ്പൊ ഇന്ന് ലീഡ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇന്ന് അതിൽ ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കി അതെ, നമ്മൾ കുറച്ചുകൂടെ പ്രൊഫഷണൽസ് ആയി. അതോ സുഖാണോ അങ്കിളെ? ഇതാരാണ് എഴുതിക്കുന്നത്? വിനു ആയിരിക്കും അച്ഛൻ മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. ഞാൻ ഇന്ന് ഒബ്സർവർ ആയിട്ടായിരിക്കും ഇവിടെ കൂടുതൽ ഇരിക്കുന്നത്. ഇല്ല, അങ്കിളിനെ കുറിച്ച് കൂടുതൽ പേരും ഈ കമന്റ് സെക്ഷനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്കിളിനെ ഗസ്റ്റ് ആയിട്ട് വിളിക്കുക, അങ്കിളിനെ ഗസ്റ്റ് ആയിട്ട് വിളിക്കുക. കുറെ പേര് ചോദിച്ചിട്ടുള്ളതാണ്. നല്ല ലൈക്കും ഉണ്ടായിരുന്നു. ഞാൻ ലൈക്ക് ചെയ്തോളൂ. തൊള്ള തന്നെ മൊത്തം തള്ളാവരുത് കേട്ടോ. അപ്പോ അങ്കിളിനെ കുറിച്ച് ഇപ്പൊ പൊതുവെ ഒരു ജനറൽ ആയിട്ടൊരു ആൾക്കാർ കാണുമ്പോ അങ്കിള് കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു
ഒരു പിക്ചറുണ്ട്. അതെ, പിക്ചർ അല്ല, എഡ്യൂക്കേറ്റഡ് ആണ് അങ്ങനെയല്ല. അപ്പോൾ അങ്കിളിൻ്റെ ആ എഡ്യൂക്കേഷനും ആ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അങ്കിൾ ചെയ്ത ജോബ്സിനെ കുറിച്ചും ഒക്കെ ഒന്ന് ഒരു ബ്രീഫ് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു വെച്ചാൽ. 82 ഞാൻ എൻ്റെ BSc കഴിയുന്നത് ചെമ്പഴന്തി എസ് എൻ കോളേജിൽ. അപ്പോഴാണ് ഈ കേരളത്തിൽ ആദ്യമായിട്ട് എൻജിനീയറിങ്ങിൻ്റെ എൻട്രൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞങ്ങളിവിടെ ചെമ്പഴന്തി എസ് എൻ കോളേജ്, മാർവാനീസ് കോളേജ്, MG കോളേജ്, അതിനോടൊപ്പം തന്നെ സെയിൻറ്റ് സേവിയേഴ്സ് കോളേജ്. അപ്പോൾ അന്ന് ഫിസിക്സിന് പഠിച്ചിട്ട് ഞങ്ങളെല്ലാം ഒരു ഗ്രൂപ്പായിരുന്നു. എല്ലാവരും ഒരുമിച്ച് എൻട്രൻസ് എഴുതി. അതിലൊരു 80% പേർക്ക് ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടി. അത് കഴിഞ്ഞു 87 അന്ന് ഞങ്ങൾക്ക് ഈ കോഴ്സ് ലാങ്ങിക്കൊണ്ടായിരുന്നു. അപ്പോൾ 82 തുടങ്ങിയത് 86 ആ കോഴ്സ് അവസാനിക്കുന്നത്. പക്ഷേ 87 ആ കോഴ്സ് ഫസ്റ്റ് എൻട്രൻസ് ബാച്ചിൻ്റെ ഫൈനൽ ഇയർ എക്സാം കഴിയുന്നത്. അത് കഴിഞ്ഞ് ഞാൻ കേരള ഓട്ടോമൊബൈൽസിൽ അപ്രൻറ്റീസായിട്ട് പോയി. അത് കഴിഞ്ഞ് അവിടെ ഒരു 6-7 വേക്കൻസി വന്നപ്പോൾ ടെസ്റ്റ് എഴുതി പാസ്സായി. അവിടെ അസിസ്റ്റൻ്റ് എഞ്ചിനീയറായിട്ട് ജോലി നോക്കുകയാണ്. അത് 91 91 ആയപ്പോൾ സീനിയർ എഞ്ചിനീയറായിട്ടുള്ള പ്രൊമോഷനൊക്കെ കിട്ടി. അത് കഴിഞ്ഞ് ഒരു MBA എടുക്കണമെന്നൊരു ആഗ്രഹം തോന്നി. ഞാൻ ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പാർട്ട് ടൈമായിട്ട് അതിൻ്റെ എൻട്രൻസ് എഴുതി. MBA മാർക്കറ്റിംഗ് ആൻഡ് ഫിനാൻസ് സ്പെഷ്യലൈസേഷനോടുകൂടി MBAയും പാസ്സായി. അങ്ങനെ സീനിയർ എഞ്ചിനീയർ കഴിഞ്ഞു. പ്രൊമോഷൻ കിട്ടുന്ന സ്കോപ്പൊക്കെ അവിടെ വളരെ കുറവാണ്. കാര്യം നമ്പർ ഓഫ് വേക്കൻസീസ് കുറവാണ്, പ്രൊമോഷൻ പോസ്റ്റും കുറവാണ്. അങ്ങനെ ഒരു 7-8 വർഷം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ പ്രൊമോഷൻ കിട്ടുന്നു, സീനിയർ എഞ്ചിനീയർ എന്നുള്ളൊരു പോസ്റ്റ്. 2018-19 ആയപ്പോൾ, 2018 2009 ഞാൻ അസിസ്റ്റൻ്റ് മാനേജറിലേക്ക് പ്രൊമോഷൻ്റെ ആ ടൈം നിൽക്കുന്ന സമയത്ത് എനിക്ക് തോന്നി ഈ അധിക യോഗ്യത അയോഗ്യതയായിട്ട് ഫീൽ ചെയ്തു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ക്വിറ്റ് ചെയ്തു. റിസൈൻ ചെയ്തു. ഗവൺമെൻറ് ജോബ് റിസൈൻ ചെയ്തു. സ്വന്തമായ ഒരു ബിസിനസ് ആരംഭിച്ചു. അത് കഴിഞ്ഞ് 2016 ആയപ്പോൾ അല്ലേ അച്ഛൻ ഗൾഫിൽ പോയി. അത് കഴിഞ്ഞ് അതിനിടയിൽ ഗൾഫിൽ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 2009 അച്ഛൻ ഗൾഫിലായിരുന്നു. അച്ഛാ അല്ല, ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷമാണ് ഈ ജോബ് ക്വിറ്റ് ചെയ്യുന്നത്. ലീവ് എടുത്തിട്ടാണ് പോയത്. 2007-8 കൃത്യമായിട്ട് 2 വർഷം അല്ലേ, 2-3 വർഷം അച്ഛൻ ഗൾഫിലായിരുന്നു. ഓർമ്മയുണ്ട്. ദുബായിലായിരുന്നു. അപ്പോൾ അവിടെ ഒരു കമ്പനിയുടെ മാർക്കറ്റിംഗ് മാനേജറായിട്ടായിരുന്നു വർക്ക് ചെയ്യേണ്ടിരുന്ന സ്ഥലം. അപ്പോഴാണ് റിസഷൻ റിസഷൻ സ്റ്റാർട്ട് ചെയ്യണത്. അന്ന് എന്നോടൊപ്പം ജോലി ചെയ്ത എല്ലാ എംപ്ലോയീസിനും ഒന്നുകിൽ പകുതി ശമ്പളം ജോലി ചെയ്യുക, അല്ലെങ്കിൽ റിസൈൻ ചെയ്യുക. അങ്ങനെ അവിടെ നിന്ന് ജോലി മതിയാക്കി തിരിച്ചിവിടെ വന്നു. കമ്പനിയിൽ റിജോയിൻ ചെയ്തതിന് ശേഷം 6 മാസത്തോളം വെറുതെ വന്നു. അതിന് ശേഷമാണ് പുതിയ അങ്ങോട്ട് എസ്റ്റാബ്ലിഷ്മെൻറ്റ് തുടങ്ങിയത്. ഇതാണ്. അപ്പോൾ 91 എൻ്റെ മാരേജ്. അങ്കിള് CET-യിലാണ് പഠിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ CET എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്തിലെ കേരളത്തിൽ തന്നെ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ അവിടെ പഠിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്തൊക്കെയാണ് അവിടെ പഠിച്ചതിൻ്റെ ബെനിഫിറ്റ്? ബെനിഫിറ്റ്സ് കേരളത്തിലെ ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജാണ് CET. ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. എൻട്രൻസ് അല്ല, ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ വന്നിരുന്നാലും CET എന്ന് ക്വാളിഫൈ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. അതുമാത്രമല്ല, ആദ്യത്തെ 500 റാങ്കിനുള്ളിലവർക്ക് മാത്രമേ CET-യിൽ അഡ്മിഷൻ കിട്ടുള്ളൂ. ഇതാണ് അവസ്ഥ. പിന്നെ ഒരു ഗവൺമെൻറ് കോളേജാണ്. അപ്പോൾ വളരെ പോളിഷ്ഡായിട്ടുള്ള ഹൈ പ്രൊഫൈലായിട്ടുള്ള ആൾക്കാരുടെ കുട്ടികളും സാധാരണക്കാരും ഒരുപോലെ പഠിക്കുന്ന ഒരു കോളേജാണ്. അതുകൊണ്ട് തന്നെ മെറിറ്റിൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ മെറിറ്റിലാണ്, സംവരണത്തേക്കാൾ കൂടുതൽ മെറിറ്റിലാണ് കുട്ടികളവിടെ അഡ്മിഷൻ എടുക്കുന്നത്. അതുമാത്രമല്ല, തിരുവനന്തപുരത്ത് ഏറ്റവും തല്ലിപ്പൊളി കോളേജ് എന്നറിയപ്പെടുന്ന ഒരു കോളേജാണ് ഗവൺമെൻറ് ആർട്സ് കോളേജ്. എൻട്രൻസ് ക്വാളിഫൈ ചെയ്യുന്നത് മാർവാനീസിനെയോ മറ്റ് കോളേജുകളെ കമ്പയർ ചെയ്യുമ്പോൾ എൻട്രൻസ് ക്വാളിഫൈ ചെയ്ത് വരുന്ന ഏറ്റവും കൂടുതൽ കുട്ടികൾ ഗവൺമെൻറ് ആർട്സ് കോളേജിൽ നിന്നാണ്. അവർ മോഡൽ സ്കൂളിൽ പഠിച്ചു. ഗവൺമെൻറ് ആർട്സ് കോളേജിൽ പ്രീ ഡിഗ്രി ആയിരുന്നു. പ്രീ ഡിഗ്രി കഴിഞ്ഞു. അതിനുശേഷം എൻട്രൻസ് എഴുതി എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് വരുന്നു. ഇതാണ് സ്വാഭാവികമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായത്, ഈ സാധാരണക്കാരുടെ മക്കളാണ്
നല്ല ഹാർഡ് ഹാർഡ് വർക്കിംഗ്. പക്ഷെ ഇവർ വന്നു കഴിഞ്ഞാൽ ഹൈലി പൊളിറ്റിസൈസ്ഡ് ആണ് CET എന്ന് പറയുന്നത്. അപ്പോൾ ആ പൊളിറ്റിസൈസേഷൻ ഉണ്ടെങ്കിൽ തന്നെയും റിസൾട്ട്സ് വരുമ്പോൾ ഈ കോളേജിലെ കുട്ടികളാണ് നല്ല തലയുള്ള ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് വരുമ്പോഴും ഏറ്റവും കൂടുതൽ പ്ലേസ്മെൻറ്റ് കിട്ടുന്നതും ഈ കുട്ടികൾക്ക് തന്നെയാണ്. CET കഴിഞ്ഞതിന് ശേഷമേ ഉള്ളൂ TK എഞ്ചിനീയറിംഗ് കോളേജും. അപ്പോൾ ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ 5 എഞ്ചിനീയറിംഗ് കോളേജാണ്. ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജ്, കൊല്ലം TKM, കോതമംഗലം മാർ ഇഗ്നേഷ്യസ്, പാലക്കാട് NSS കോളേജ്, തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ്. REC എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. അത് നമ്മുടെ കേരള ഗവൺമെൻറ്റുമായിട്ട് ബന്ധമില്ലാത്തൊരു കോളേജ്. NIT ഒന്നും അന്ന് തുടങ്ങി. അന്ന് NIT ആകെ 5 എഞ്ചിനീയറിംഗ് കോളേജ്. ഇന്ന് എനിക്ക് തോന്നുന്നു 154 എഞ്ചിനീയറിംഗ് കോളേജസ്. എഞ്ചിനീയറിംഗ് കോളേജിന് പോകണം. അന്ന് ഒരു അഡ്മിഷൻ കിട്ടാൻ വലിയ പ്രയാസമായിരുന്നു. സീറ്റും കുറവായിരിക്കും അല്ലേ? സീറ്റ് വളരെ കുറവായിരുന്നു. CET-യിൽ അന്ന് മെക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ സാധാരണ പറയാറുള്ളത് ഈ റോയൽ മെക്ക് എന്നാണ് പറയാറുള്ളത്. മാറ്റം വന്നിട്ടില്ല. കാരണം എല്ലാ ആക്ടിവിറ്റീസിലും പങ്കെടുക്കുന്ന വളരെ ഡൈനമിക് ആയിട്ടുള്ള കുട്ടികൾ കൂടുതലും, പിന്നെ പെൺകുട്ടികളില്ലാത്തതും ആ കാലഘട്ടത്തിൽ. അതിനുശേഷം പിന്നെ പെൺകുട്ടികളൊക്കെ മെക്കാനിക്കൽ അന്നാണ് എനിക്ക് തോന്നുന്നത് 91-ലാണ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ 1-2 പെൺകുട്ടികളുണ്ടായിരുന്നു. മെക്കിൽ പെൺകുട്ടികളില്ലായിരുന്നു. ഫസ്റ്റ് എൻട്രൻസ് ബാച്ചിൽ പെൺകുട്ടികളിലായിരുന്നു. പിന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാടാ, എവിടെ ചെന്നാലും CET അച്ഛൻ്റെ കൂടെ പഠിച്ചിറങ്ങിയ അല്ലെങ്കിൽ ചെമ്പഴന്തി കോളേജിൽ നിന്ന് കൂടെ പഠിച്ചിറങ്ങിയ ആരെങ്കിലും ഒരാൾ നല്ലൊരു ഹൈ പൊസിഷനിൽ കാണും എവിടെ ചെന്നാലും. അത് ഞങ്ങൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞപ്പോൾ BSc കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഈ കേരള സർക്കാർ സർവീസിൽ ഏറ്റവും കൂടുതൽ ജോബിൽ കിട്ടിയിട്ടുള്ളത് ഞങ്ങളുടെ കൂടെ പഠിച്ച ആ ബാച്ചിലുള്ള കുട്ടികൾക്കാണ്. സർക്കാർ ജീവനം, പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റിൽ. അത് എൻജിനീയറിംഗ് കഴിഞ്ഞ കുട്ടികളിലെ നല്ലൊരു ശതമാനം പേര് അന്ന് കേരളത്തിലെ PWD-യിൽ ജോബ് കിട്ടും, KSEB-യിൽ ജോബ് കിട്ടും. പിന്നെ കുറേ പേര് സ്റ്റേറ്റ്സിൽ പോയി. അങ്ങനെയൊക്കെ വളരെ നല്ല പ്രൊഫൈലിലുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. എൻ്റെ കൂടെ പഠിച്ചവർ തന്നെ ഇപ്പോൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറായിട്ട് KSEB-യിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ആൾക്കാർ, നല്ല പ്രൊഫൈലുള്ള ആൾക്കാരുണ്ട്. പിന്നെ CET എന്ന് പറഞ്ഞൊരു വികാരമാണ്. നമ്മൾ എല്ലാവരും കോളേജിൽ പഠിക്കുമ്പോൾ അവർക്ക് ആ കോളേജിനോടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും. എന്നിരുന്നാലും CET എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക വികാരം തന്നെയാണ്. അത്ര അറ്റാച്ച്മെൻ്റാണ്. ഈ ലോകത്ത് എവിടെ പോയിരുന്നാലും CETians ഉണ്ടാവും. ഓക്കെ അങ്കിള്. അപ്പോൾ അതേപോലെ തന്നെ അങ്കിള് ഈ 8 വർഷമാണ് അങ്കിൾ ആദ്യമായിട്ട് ഒരു സർവീസിൽ കയറി 8 വർഷം നിന്ന്. 8 വർഷത്തോളം കഴിഞ്ഞതിന് ശേഷമാണ് ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക്കാണ്. ഇപ്പോഴത്തെ ആൾക്കാരുടെ ഇടയിൽ 1 വർഷം കഴിഞ്ഞ ഉടനെ മാറുക, 2 വർഷം കഴിഞ്ഞ ഉടനെ മാറുക, പെട്ടെന്ന് മാറും. അല്ല, ഈ ജോബ് ടേൺ ഓവർ എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. അതായത് കൂടെ ജോബ് മാറുക. പക്ഷേ ആ കാലഘട്ടത്തിൽ, അതായത് 91 കാലഘട്ടത്തിൽ എല്ലാവരും ഒരു സ്ഥിര വരുമാനമുള്ള ഒരു ജോലിയാണ് പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോൾ സമൂഹം അങ്ങനെയാണെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു സ്ഥിര വരുമാനം, ആ വരുമാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് കാര്യങ്ങളെല്ലാം ഓപ്പറേറ്റ് ചെയ്യണം. മറ്റ് സാമ്പത്തിക ശേഷി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളവിടെ സ്റ്റിക്ക് ഓൺ ചെയ്തു പോകും. ആ ഒരു ചെറിയൊരു വരുമാനത്തിൽ മാത്രമേ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. എന്നാലും ജനങ്ങൾ അതുകൊണ്ട് തൃപ്തിയായിരുന്നു. ജനങ്ങളെ ഞാൻ ഉദ്ദേശിച്ചത് ഈ ജീവനക്കാരെല്ലാം അതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അല്ല, അങ്കിളിന്റെ കാഴ്ചപ്പാടിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നതാണോ നല്ലത്, അതോ എവിടെ മാറി നിൽക്കുന്നതാണ്? മാറി നിൽക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. കരിയർ ഗ്രോത്തിന് അതായിരിക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. നമുക്കൊരു മടുപ്പും വരില്ലേ ഒരു സാധനം തന്നെ കുറേ നാൾ ചെയ്ത്? തീർച്ചയായിട്ടും. ഒരു ടേബിള്, ഒരു ചെയർ, ഒരേ ആൾക്കാർ, ഒരേ വാക്ക്, അത് സ്ഥിരമായിട്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. കാര്യം നമുക്ക് വേണ്ടൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ല. നമ്മുടെ ജോബ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അവർ അസൈൻ ചെയ്ത് തന്നിരിക്കും. അതിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രം നമ്മൾ ചെയ്താൽ മതി. വേറെ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മളൊരു മെക്കാനിക്കൽ ലൈഫായി വെറുത്തു പോകും. ജീവിതം തന്നെ വെറുത്തു പോകും. ഒരു കാര്യം എടാ, അച്ഛൻ ഈ പറഞ്ഞില്ല ഇത്ര നാൾ ജോലിക്ക് നിന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് അച്ഛൻ വീട്ടിൽ കുറവായിരുന്നു. അച്ഛൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഓൾ ഓവർ ഇന്ത്യയിൽ ട്രാവൽ ചെയ്തിട്ട്. എനിക്ക് ഇന്ത്യയുടെ അവിടെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്ത സമയത്ത് ഇന്ത്യയുടെ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് എനിക്ക് ട്രാവൽ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സാധാരണ മാർക്കറ്റിങ്ങിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഓട്ടോറിക്ഷയാണല്ലോ, ഇന്ത്യയിൽ തന്നെ ഡീസൽ ഓട്ടോറിക്ഷ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കേരള ഓട്ടോമൊബൈൽസ് എന്നായിരുന്നു. കേരളത്തിൽ കണ്ട. പക്ഷേ അതിനുശേഷം ഈ ഡീസൽ ഓട്ടോമൊബൈൽ തുടങ്ങിയ
സമയത്ത് എന്താണോ അതിൻ്റെ ക്വാളിറ്റി അത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഇപ്പോഴും അത് ഓപ്പറേറ്റിംഗ് ആണോ? ഓപ്പറേറ്റിംഗ് ആണ്. വാറണ്ടി ഇല്ല അല്ലേ? R&D ഉണ്ടെങ്കിൽ തന്നെയും പ്രകടമായ മാറ്റങ്ങളൊന്നും വരുത്താൻ സാധിച്ചിട്ടില്ല. കാര്യം നല്ല R&D ആണെങ്കിൽ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ പണ്ട് ചെയ്തത് ഗ്രീവ്സ് കോട്ടൺ എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. അവർക്ക് ഈ വാഗൺ ഉണ്ടല്ലോ, റെയിൽവേ വാഗണിലെ ടോയ്ലറ്റ് വൃത്തിയാക്കുന്നതിന് ഒരു എൻജിൻ ഉണ്ടാക്കി, സിംഗിൾ സിലിണ്ടർ എൻജിൻ. ആ സിംഗിൾ സിലിണ്ടർ എൻജിൻ ഞങ്ങൾ വാങ്ങിക്കൊണ്ട് വന്ന് അതൊരു മൊബൈൽ എൻജിനാക്കി മാറ്റി അത് ഓട്ടോറിക്ഷയിൽ പിടിപ്പിച്ച് അതാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡീസൽ ഓട്ടോറിക്ഷ ലോഞ്ച് ചെയ്യുന്നത്. അപ്പം അതിനുശേഷം ഞങ്ങളുടെ ഡീലേഴ്സ് ഈ വെഹിക്കിൾ വാങ്ങിക്കൊണ്ട് പോയി ചില മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തി അവരത് ARI എന്ന് പറയാമല്ലോ, ഓട്ടോമോട്ടീവ് റിസർച്ച്, അവിടെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് അതിനെ പാസ്സാക്കിയിട്ട് ഞങ്ങൾ 10 വണ്ടി വിൽക്കുമ്പോൾ ഞങ്ങളുടെ ടെക്നോളജി അഡോപ്റ്റ് ചെയ്തുകൊണ്ട് അവർ 20 വണ്ടി വിൽക്കും. ഇങ്ങനെ വന്നപ്പോൾ കേരള ഓട്ടോമൊബൈൽസിൻ്റെ മാർക്കറ്റ് പ്രകടമായിട്ടും കുറഞ്ഞു. മറ്റു ചെറുകിട മാനുഫാക്ചേഴ്സ് വണ്ടി ഉണ്ടാക്കി നോർത്ത് ഇന്ത്യ മുഴുവൻ അവർ പിടിച്ചെടുത്തു. കാര്യം രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ്, അതോടൊപ്പം മഹാരാഷ്ട്രയുടെ ചില ഭാഗങ്ങൾ, പിന്നെ വെസ്റ്റ് ബംഗാൾ, UP ഈ ഭാഗങ്ങളിലായിരുന്നു ഞങ്ങളുടെ വണ്ടി ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ആ മാർക്കറ്റെല്ലാം ഡീലേഴ്സ് മാനുഫാക്ചേഴ്സായി മാറിയപ്പോൾ ആ മാർക്കറ്റിലെല്ലാം നഷ്ടപ്പെട്ടു. അതുമാത്രമല്ല, ആ സമയത്താണല്ലോ ഓട്ടോമൊബൈലിൽ തന്നെ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കപ്പെടുന്നത്. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, അതോടൊപ്പം തന്നെ പുതിയ പുതിയ സംവിധാനങ്ങൾ അതിനകത്തേക്ക് ഏർപ്പെടുത്തി. ഇതൊക്കെ സമയബന്ധിതമായിട്ട് കേരള ഓട്ടോമൊബൈൽസിൻ്റെ വെഹിക്കിളിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കാതെ പോയതാണ് അവരുടെ വെഹിക്കിൾ പരാജയപ്പെട്ടു പോയത്. ഇപ്പോൾ ഞാൻ അറിയുന്നത് അവർ ഒരു ഓട്ടോ, ഇലക്ട്രിക് ഓട്ടോ മാനുഫാക്ചർ ചെയ്ത് ഇപ്പോൾ മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ട്. അതും പഴയതുപോലെ ആണെങ്കിൽ ഇവിടെ ഈ ഓട്ടോ ഇറങ്ങി 10 ദിവസം കഴിയുമ്പോൾ നോർത്ത് ഇന്ത്യയിൽ വണ്ടി ഇറങ്ങി കഴിയും. അവർ ARIയിൽ പോയി സർട്ടിഫിക്കറ്റ് വാങ്ങും, അത് മാർക്കറ്റിൽ ഇറക്കും, അവരത് വിൽക്കുകയും ചെയ്യും. നമ്മൾ ഇത് ഇവിടെ ഈ പേറ്റന്റ് വാങ്ങി മേടിക്കാനേ പറ്റുള്ളൂ. പക്ഷേ ഇലക്ട്രിക് ഓട്ടോ എനിക്ക് തോന്നുന്നു ഫ്യൂച്ചറിൽ ഇലക്ട്രിക് വെഹിക്കിൾ ആണ്. ഓട്ടോ മാറി കുറച്ചുകൂടി ക്യാബ് ആവാനാണ് ഇലക്ട്രിക് വെഹിക്കിൾസ് ആയിരിക്കും അങ്ങോട്ട്. ഓട്ടോറിക്ഷയുടെ ആ ഒരു മോഡൽ തന്നെ മാറ്റേണ്ട കാലം കഴിഞ്ഞു. ഈ ഗവൺമെന്റ് സെക്ടറിൽ അച്ഛൻ വർക്ക് ചെയ്തപ്പോഴാ അച്ഛൻ എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത്? അല്ല, ഞാൻ അന്ന് സൂചിപ്പിച്ചല്ലോ, പഴയ കാലഘട്ടത്തിൽ ഒരു ജോബ് സെക്യൂരിറ്റി, ഒരു ഗവൺമെൻറ് ജോബ് എന്ന് പറയുമ്പോൾ ഒരു ഗവൺമെൻറ് ഒരു പബ്ലിക് പൊതുമേഖലാ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് സർവീസിലോ ഒരു ജോബ് കിട്ടിക്കഴിഞ്ഞാൽ അത് സെക്യൂർഡ് ആണെന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. ഇപ്പോഴും ആക്ച്വലി അങ്ങനെ ഒരു ധാരണ ഇല്ല കേരളത്തിൽ. അത് ഏറ്റവും കൂടുതൽ തന്നെ ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു ജോലി കഴിഞ്ഞിട്ട് എല്ലാവരും നോക്കുന്നത് കൂടുതലും പ്രിഫർ ചെയ്യണ PSC ഒക്കെ എഴുതി ഒരു ഗവൺമെന്റ് ജോലി എടുക്കും. ഒരുപാട് ആൾക്കാരെ അറിയാം വേറെ ജോലിക്കൊന്നും പോകാറില്ല, ബിസിനസ് ഒന്നും ചെയ്യാൻ. കാരണം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥിര വരുമാനമുള്ള ജോബ്, അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റാണ് നമ്മുടെ കേരളീയർക്കുള്ളത്. അച്ഛൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ഗവൺമെന്റ് ജോബ് ആയിരിക്കുമോ ബെറ്റർ, അതോ ഒരാൾക്ക് ഒരു ഗവൺമെന്റ് ജോബ് അടുത്തുകൊണ്ടാണല്ലോ ഞാൻ അത് ക്വിറ്റ് ചെയ്തിട്ട് മറ്റേ എസ്റ്റാബ്ലിഷ്മെന്റിലേക്ക്. അങ്കിളെ, പിന്നെ മാരേജിന്റെ കാര്യം പറഞ്ഞായിരുന്നു അങ്കിള്, മാരേജിനെ കുറിച്ച് പറയുന്നു. മാരേജ് 91-ലാണ് എൻ്റെ മാരേജ്. അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. പെണ്ണ് കാണാൻ പോയ കഥകളൊക്കെ ഒന്ന് പറയാമോ? എടാ, മിക്കവാറും ഇത് വരുന്ന സമയത്ത് നമ്മുടെ അറേഞ്ച്ഡ് മാരേജ് വേഴ്സസ് മറ്റേ ലവ് മാരേജ് എപ്പിസോഡ് കയറി കാണും. അത് എന്താവും എന്ന് എനിക്കറിയില്ല, പക്ഷെ എന്തൊക്കെയോ എൻ്റെ ഇൻസ്റ്റിങ്സ് പറയുന്നു എന്തൊക്കെയോ വലിയ പൊട്ടിത്തെറികളോടെ നടന്നിട്ടുണ്ട്. അപ്പൊ അച്ഛൻ്റെ അറേഞ്ച്ഡ് മാരേജ് അല്ലായിരുന്നു? അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു, 100% അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ഇതെങ്ങനെയാണ് ഈ ഒരു ഇത് വന്നത്? ഈ ഒരു ബ്രോക്കർ കൊണ്ടുവന്നാണോ അതോ? അതല്ല, മംഗലൂരിൽ നിന്നാണ് ഞാൻ കല്യാണം കഴിച്ചത്. അപ്പോൾ എൻ്റെ ഒരു മുറപ്പെണ്ണ് എന്നെക്കാൾ വളരെയധികം ഒരു 68-69 വയസ്സായി. ചേച്ചി എന്നാണ് വിളിക്കുന്നത്. അവർക്ക് മംഗലപുരത്ത് റേഷൻ കടയൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ വീടിനടുത്താണ് ഈ കുട്ടി. അപ്പോൾ എന്നെ കണ്ടിട്ട് പറഞ്ഞു, ഇവിടെ ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്, നീ പോയി നോക്ക്, താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാമെന്ന്. അപ്പം ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഈ ഏകദേശം ഒരു 10-15 വർഷം കോളേജിൽ പഠിച്ച ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കോൺസെപ്റ്റിലുള്ളൊരു പെൺകുട്ടിയല്ല. കാരണം ഞാൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ യോഗ്യതയോ അല്ലെങ്കിൽ കുറേ കൂടെയൊക്കെ ഡൈനാമിക് ആയിട്ടുള്ള ഒരാളാണെന്ന് എനിക്ക് അന്ന് ഫീൽ ചെയ്തില്ല. പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് അന്വേഷിച്ചപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എൻ്റെ കൂടെ നിൽക്കാൻ
നിൽക്കുന്ന ഒരു കുട്ടിയായിരിക്കും ഈ പെൺകുട്ടിയെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ മറ്റു പരിഗണനയൊന്നും ഞാൻ കൊടുത്തില്ല. ഈ പെണ്ണ് കാണാൻ പോയപ്പോഴേ ഈ ഇവർക്ക് മറ്റേ പെണ്ണിനും ചെറുക്കനും സംസാരിക്കണം അങ്ങനത്തെ പരിപാടി ഉണ്ടായിരുന്നു? അങ്ങനെയൊന്നുമില്ല. ഇവിടെ നിന്ന് ആദ്യം പെണ്ണ് കാണാൻ പോയത് അച്ഛനാണ് പോയത് നോക്കിയത്. അതിനുശേഷം എൻ്റെ ചേട്ടൻ പോയി നോക്കി. ഞാൻ ആദ്യം കല്യാണം കഴിക്കണം, ചേട്ടൻ ഉണ്ടാവുന്ന കല്യാണം. ചേട്ടനും അനിയനും കൂടെ പോയി നോക്കി. അതിനുശേഷം എൻ്റെ ഒന്ന് പറഞ്ഞു, ഞാൻ പോയി നോക്കിയപ്പോൾ ഓ ഇതാ പെൺകുട്ടി. ഞാൻ ഇവിടെ ഒന്ന് പറഞ്ഞു വേണ്ട, ഇതൊന്നും എനിക്ക് വേണ്ടാന്ന്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം അവരെന്നെ വിളിച്ച് പറഞ്ഞു, നീ ഒന്നും കൂടെ ഒന്ന് ആലോചിക്കാൻ പറഞ്ഞു. പക്ഷെ ഞാനൊന്ന് അന്വേഷിച്ചപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, എപ്പോഴും കൂടെ നിൽക്കാൻ താല്പര്യമുള്ള, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കുട്ടിയായിരിക്കും. അത് 100% ശരിയാണ്. നിങ്ങളൊക്കെ അനുഭവിക്കുന്നതല്ലേ. അങ്ങനെയുള്ള ഒരാളെയാണ് കിട്ടിയത്. അതിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അതിൽ എന്നിട്ടാണ് അങ്കിളിന് ഈ ഒരു കോൺസെപ്റ്റ് വന്നത്, ഈ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ തന്നെ വേണമെന്ന്? മോനെ അത് കാര്യം, എൻ്റെ കൂടെ പഠിച്ച പലരും ഈ ലവ് മാരേജ് ചെയ്ത് പരാജയപ്പെട്ടു പോയ ആൾക്കാരാണ്. ഈ ലവ് ചെയ്യുമ്പോൾ അവരുടെ പോസിറ്റീവ് സൈഡ്സ് മാത്രമേ പരസ്പരം നോക്കാറുള്ളൂ. അത് കഴിഞ്ഞ് റിയൽ ലൈഫിലേക്ക് വരുമ്പോഴായിരിക്കും അവരുടെ തെറ്റും കുറ്റങ്ങളും പരസ്പരം മനസ്സിലാക്കാനുള്ള ഒരു അവസരം. ഓ ഇയാളിത് വേണ്ടായിരുന്നു, ഇത് കുരിശാണല്ലോ ഞാൻ എൻ്റെ തലയിൽ വെച്ചത് എന്നൊരു തോന്നൽ വരികയും ചെയ്യുന്നത്. പിന്നെ എനിക്കും ഒരു പെൺകുട്ടിയുടെ ഇഷ്ടമുണ്ടായിരുന്നു. അത് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ലിങ്ക് ഇട്ടോളൂ. വിട്ടുകളയാൻ പറ്റില്ലല്ലോ. നമ്മൾ ഈ ഒരു വൈവാഹിക ജീവിതം എന്ന് പറയുന്നത് ഈ പെരിഫറലായിട്ട് കാണുന്നത് മാത്രമല്ലല്ലോ. നമുക്ക് എപ്പോഴും നമ്മൾ കംഫർട്ടബിൾ ആവുന്ന എവിടെയാണ്? ജോലി സ്ഥലത്താണോ? അല്ല, നമ്മുടെ വീട്ടിൽ വരുമ്പോൾ. അപ്പോൾ വീട്ടിൽ നല്ലൊരു അന്തരീക്ഷമാണെങ്കിൽ നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിരിക്കും. നമുക്ക് നല്ല സ്പേസ് കിട്ടും. അതോടൊപ്പം തന്നെ സമയവും നമുക്ക് കിട്ടും. പലതും ചിന്തിക്കാനും നമുക്കതൊക്കെ അനുവർത്തിക്കാനുള്ളൊരു അവസരവും കൂടെ കിട്ടും. അതിനൊരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഫാമിലി അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അതെനിക്ക് കിട്ടുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സമാധാനം. അങ്ങനെ പിന്നെ ഒരു കാര്യം, അങ്ങനെ യവ മാത്രമല്ലേ കൊച്ചായിട്ടുള്ളത്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു ഒറ്റ കുട്ടി എന്നുള്ളൊരു സംഭവം, ഇവ നേരത്തെ പറഞ്ഞായിരുന്നു അവന് ഒരെന്താണ് ഒരു സിബ്ലിംഗ് ഇല്ലാത്തതിൻ്റെ ഒരു സംഭവം ഇവ നേരത്തെ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ഒരു പോഡ്കാസ്റ്റിൽ. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരാൾ മതി എന്നുള്ള ഒരു തീരുമാനം എടുത്തത് എന്നുള്ളതല്ലേ? അത് ഞങ്ങൾ ആദ്യമേ എടുത്തൊരു തീരുമാനമായിരുന്നു, ഒരു കുട്ടി മതി എന്നുള്ളൊരു തീരുമാനം എടുത്തു. വേറൊന്നും കൊണ്ടല്ല, ഈ ഉള്ളതെല്ലാം അവനിരിക്കട്ടെ, ഷെയർ ചെയ്യണ്ട. അത് സ്നേഹമായിരുന്നാലും സാമ്പത്തികമായിരുന്നാലും മറ്റെന്താ ഏത് ഫെസിലിറ്റി ആയിരുന്നാലും ഒരാൾ മതി എന്നങ്ങ് തീരുമാനിച്ചു. അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. അതുമാത്രമല്ല, നമ്മൾ പറയും ഈ ഒന്നിനൊന്ന് എന്നുള്ള ഒന്നിനൊന്ന് വേണം എന്നൊക്കെ പറയുമല്ലോ. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഒന്നിനൊന്ന് പറയുന്നത് അവർ സെപ്പറേറ്റ് ഫാമിലി ആയി കഴിയുമ്പോൾ പരസ്പരം വല്ലപ്പോഴും ഹായ് എന്ന് പറയുന്ന ഒരവസ്ഥ, പിന്നെ ഏതെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ വരുമ്പോൾ ഒരുമിച്ച് കൂടുന്ന ഒരു സിറ്റുവേഷനല്ലേ ഉള്ളൂ. ഈ സിൻസിയറിറ്റിയും ലവ് എന്നൊക്കെ പറയുന്നത് എപ്പോഴും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഉണ്ടാകുന്നൊരു കാര്യമാണ്. മാറിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം പ്രശ്നാധിഷ്ഠിതമായിട്ടേ നമ്മൾ നിൽക്കുകയുള്ളൂ. അത് പറയുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷേ റിയലി അങ്ങനെ തന്നെയാണത്. സെപ്പറേറ്റ് ഫാമിലി ആയി കഴിയുമ്പോൾ എല്ലാം മാറിപ്പോവും. അപ്പോൾ പിന്നെ ഒരാൾ മതി എന്നൊരു ഉറച്ച തീരുമാനം എടുത്തു, അതങ്ങ് നടപ്പിലാക്കി. താങ്കളിപ്പം എത്ര വയസ്സായി? എനിക്കിപ്പോൾ 59 വയസ്സ് കഴിഞ്ഞു. 59. അപ്പം നമുക്ക് എത്ര 27-28? അപ്പോൾ ഒരു 10-30 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഒരു 2 ജനറേഷൻ അല്ലേ, എൻ്റെ 2 ഡിഫറെൻറ്റ് ജനറേഷൻ. അപ്പോൾ അങ്കിളിനെ ഈ ജനറേഷനും അങ്കിൾ ജീവിച്ച ജനറേഷനും അത് തമ്മിൽ മേജറായിട്ട് ഇപ്പോൾ തോന്നുന്ന എന്തൊക്കെയാണ് ചേഞ്ചസ്? അതായത് അങ്കിളിന് ഇപ്പോൾ തോന്നുകയാണ് ഈ ജനറേഷനിലായിരുന്നെങ്കിൽ ഇതൊക്കെ എനിക്ക് ചെയ്യാമായിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടി വെർച്വലൊക്കെ അല്ലേ ജനിച്ചു കഴിയുമ്പോൾ തന്നെ ടെക്നോളജി. എനിക്ക് തോന്നുന്നു അങ്കിളുടെ ജനറേഷനിൽ എപ്പോഴായിരിക്കും ഫോണൊക്കെ വന്നത്? 2000, 2004, 1994 ആദ്യമായിട്ട് അവർ ഇത് കൊണ്ടുവരുന്നത്. പക്ഷേ കയ്യിലൊക്കെ കിട്ടുന്നത് 2000 ഒക്കെ ആവില്ല. ഞാൻ ഈ രാജസ്ഥാനിൽ, പ്രത്യേകിച്ച് രാജസ്ഥാനിലെ ഞങ്ങൾ ഡീലേഴ്സിൻ്റെ അടുത്ത് പോകുമായിരുന്നു. ഈ സിക്കാർ, ചുരു, ജുൻജുനു, ഗംഗാനഗറും ബിക്കാനറും എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ബോർഡറാണ്. അപ്പോൾ അവിടെ ഈ മരുഭൂമിയിൽ രാത്രി ഇങ്ങനെ ഞങ്ങൾ കൂടെ നിൽക്കുന്ന സർവീസ് പിന്നെ പേഴ്സൺസ് ഉണ്ട്. അവരുമായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ സർവീസ് ടെക്നീഷ്യൻസ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് ആലോചിക്കാറുണ്ട്, ഒരു ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ വീട്ടിൽ വിളിക്കാൻ വരുന്നത്. അന്ന് ഈ രാജീവ് ഗാന്ധി ഇൻട്രൊഡ്യൂസ് ചെയ്ത, അറിയാമല്ലോ നിങ്ങൾക്ക്? അതെ. അപ്പോൾ ആ ഫോൺ
നമ്മൾ ഓരോ സ്ഥലത്ത് പോയി ബുക്ക് ചെയ്ത്, ആദ്യമൊക്കെ ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യായിരുന്നു. അതിനുശേഷം പിന്നീട് നമുക്ക് ട്രങ്ക് ബുക്ക് ചെയ്ത് കാത്തിരിക്കണമായിരുന്നു. അതിനുശേഷം പിന്നെ നമുക്ക് നേരെ ടെസ്റ്റ് ID കോൾസൊക്കെ വിളിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതിനുശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് നമുക്ക് മൊബൈൽ ഫോൺ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ സാർവത്രികമായി മാറിക്കഴിഞ്ഞില്ലേ. ഇപ്പൊ അതില്ലാതെ ജീവിക്കാൻ പറ്റൂല. അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഫുഡില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു ദിവസം ഫോണില്ലാതെ പറ്റൂല. ഫോണിൽ നെറ്റ് ഇല്ലാണ്ട് പറ്റൂല. ഇപ്പോൾ ഫോൺ ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാ ആക്ടിവിറ്റീസിനും ഒപ്പം ഫോൺ ഉണ്ടാവുമല്ലോ. 24 മണിക്കൂറും ഫോണായിരിക്കും നമ്മുടെ കയ്യിൽ. അതെ അതെ. ഒരു കമ്പ്യൂട്ടർ പോലെ തന്നെയാണ് നമ്മുടെ ഹാൻഡ്. ആ ഒരു കാലഘട്ടമാണോ വെച്ചാൽ ബെറ്റർ, ഫോണില്ലാതെ? അല്ല, ഓരോ കാലഘട്ടത്തിനും ആ കാലഘട്ടത്തിൻ്റെതായ പ്രത്യേകതകളുണ്ടാകും. നമുക്ക് അത് കാര്യം ആ സമയത്തുള്ള ആവശ്യങ്ങളായിരിക്കില്ല ഇപ്പോഴുള്ള ആവശ്യങ്ങളെന്ന് പറയുന്നത്. ഈ മനുഷ്യൻ തന്നെ നീഡ് ബേസ്ഡ് അല്ലേ ആണ്. അപ്പോൾ അവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള കണ്ടുപിടുത്തങ്ങളാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അന്നും കണ്ടുപിടുത്തങ്ങളുണ്ടായിരുന്നു. ഞാൻ എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കുമ്പോൾ ഇത് ലാപ്ടോപ്പൊന്നും ഇല്ല. ഞങ്ങളുടെ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ വലിയൊരു കമ്പ്യൂട്ടറുണ്ട്, മേശയുടെ പുറത്ത് വയ്ക്കുന്ന വലിയൊരു സാധനമൊക്കെയാണ്. അനലോഗ് കമ്പ്യൂട്ടേഴ്സൊക്കെയാണ്, കമ്പ്യൂട്ടറൊക്കെയാണ് ഉള്ളത്. അതിൽ നിന്ന് എത്ര വ്യത്യസ്തമായിട്ട് ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ഓരോ ദിവസവും ടെക്നോളജി മാറുന്നതനുസരിച്ച് മനുഷ്യൻ്റെ ചിന്താഗതിയിലൊക്കെ വ്യത്യാസങ്ങളുണ്ടായിരിക്കും. എന്നാലും ബേസിക്കലി മനുഷ്യൻ തന്നെയല്ലേ. അപ്പോൾ അത് മനുഷ്യൻ്റെ സ്നേഹത്തിന് എന്തെങ്കിലും ടെക്നോളജി വെച്ച് നമുക്ക് അളക്കാൻ പറ്റുമോ? പ്രവർത്തനങ്ങൾക്കും അല്ലേ. ശാസ്ത്ര സാങ്കേതിക രംഗം വികസിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ഫെസിലിറ്റീസുകളുടെ സൗകര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അല്ലാതെ പ്രകടമായ വ്യത്യാസങ്ങളൊന്നും കാണാനില്ല. ഉണ്ടാകില്ല. എങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പം അങ്കിളുടെ സമയത്താണെങ്കിൽ കുറച്ചും കൂടി അങ്കിളുടെ ഫ്രണ്ട്സിനോട് അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് മിങ്കിൾ ചെയ്യുന്ന സമയം കൂടുതലായിരിക്കും. ഇപ്പോഴാണെങ്കിൽ ഇപ്പം അങ്കിൾ പറഞ്ഞില്ലേ, നമ്മൾ എന്താണ് ഫോണെന്ന് പറയുന്നത് നമ്മുടെ യൂസിനാണ്, അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും ആവശ്യം പെട്ടെന്നാക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ നേരെ തിരിച്ചല്ലേ, നമ്മുടെ എന്തെങ്കിലും ഈ ടൈം സേവ് ചെയ്യാനാണ് ഫോണും കമ്പ്യൂട്ടറൊക്കെ ഉള്ളത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സമയം കളയണത് നമ്മൾ ഫോണിലും. നിങ്ങൾ ഈ ഫോൺ യൂസ് ചെയ്യുന്നതിൻ്റെ ഔട്ട്പുട്ട് ഒന്ന് ആലോചിച്ച് നോക്കി. സത്യം പറഞ്ഞാൽ പ്രകടമായി ഒരു ഔട്ട്പുട്ടും ഇല്ല, സമയം കൊല്ലാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ഒരു പച്ചയായ ഒരു പഴഞ്ചൊല്ലുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോൾ ആളുകൾക്ക് ചില ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും പറയാതിരിക്കാൻ വയ്യ. ഈ നാവ് ഓടിയിട്ട് കാര്യമില്ല, നാക്കിരിക്കാൻ സമയമില്ല. അതിൻ്റെ അർത്ഥം എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായി. നാവ് ഓടിയിട്ട് കാര്യമില്ല. നായ ഓടുന്നതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അവൻ ഇരിക്കാൻ സമയമുണ്ടോ? ഇരിക്കാനും അവന് സമയമില്ല. വെറുതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിന് വേറെ അർത്ഥവും കൂടെ ഉണ്ട്. പ്രയോജനം ഇല്ലെന്ന് നമ്മൾ പറയുകയാണെങ്കിലും ഈ ശാസ്ത്ര സാങ്കേതികത്വം എത്രത്തോളം വികസിക്കുന്നുവോ അതിനനുസരിച്ച് സമൂഹത്തിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഈസി ആക്സസ് ആയിരിക്കും. ഏത് കാര്യത്തിൽ ഈസി ആക്സസ് ആയിരിക്കും. ശരിയാണ്ടാ. ഇപ്പൊ എനിക്ക് പോഡ്കാസ്റ്റ് സെറ്റ് ചെയ്യണമെന്ന് തോന്നി, ഉടനെ നിന്റെ വീട്ടിൽ വിളിച്ച് അവന്റെ വീട്ടിൽ അളിയാവാ. ഈസി ആക്സസ് ആണ്, നമുക്കൊരു ഗ്ലോബൽ നോളജ് ആണ് കിട്ടിയത്. തീർച്ചയായിട്ടും. കാര്യം വെച്ചാൽ ഇപ്പോൾ തന്നെ ഈ ഇന്റർനെറ്റ് വന്നതിന് ശേഷം ഒരു ഗ്ലോബൽ വില്ലേജ് അല്ലേ. നമുക്ക് എന്ത് നോളജ് വേണമെങ്കിലും എന്ത് ഇൻഫർമേഷൻ വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട്. പക്ഷെ പണ്ട് അങ്ങനെയല്ല. അന്ന് ഞങ്ങൾ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് നിങ്ങൾ ഇന്ന് നെറ്റ് വഴി PDF എടുത്താൽ അതെ PDF എടുത്ത് നോക്കുന്നു, അല്ലെങ്കിൽ നെറ്റ് വഴി നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നു. പണ്ടങ്ങനെയല്ല. ഇപ്പോൾ ഉറൂബിൻ്റെ പുസ്തകത്തെക്കുറിച്ചോ അല്ലെങ്കിൽ കേശവദേവൻ്റെ പുസ്തകത്തെക്കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾക്കൊന്നും അറിയാൻ പറ്റില്ല. കേശവദേവിൻ്റെ ഓടയിൽ നിന്ന്. അതെ അതൊക്കെ ഓർത്തിരിക്കാൻ നല്ലതായിരിക്കും. ഒരു മാർക്ക് തന്നിട്ടുണ്ട് കേട്ടോ. എപ്പോഴും നമുക്ക് നോളജ് കൊണ്ടാവുന്നത് എപ്പോഴാണ്? കൂടുതൽ ഒരു പരന്ന വായനയിലൂടെയാണ് നമുക്ക് നോളജ് ഉണ്ടാവുന്നത്. നമുക്ക് നമ്മുടെ വൊക്കാബുലറി വലുതാവുന്നതും വിപുലമാക്കുന്നതും ഈ പരന്ന വായനയിലൂടെയും സംസാരത്തിലൂടെയാണല്ലോ. പക്ഷേ ഇന്ന് നിങ്ങൾക്കൊന്നും സംസാരിക്കാനുള്ള സമയമൊന്നും കിട്ടുന്നില്ല. അല്ലേ? ഫോണിലാണ്, എപ്പോഴും ഫോണിലാണ്. ഏത് കാര്യത്തിലും നിങ്ങൾ ഫോണിനെ മാത്രം ആശ്രയിക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ വേറൊരു കാര്യം കൂടിയുണ്ട്. ഒരു പുസ്തകം വായനയിലൂടെ കിട്ടുന്ന ആ അറിവ് നിങ്ങൾക്ക് നെറ്റിലൂടെ കിട്ടുമെന്നുള്ള വിശ്വാസമുണ്ടോ? ഇല്ല. കാര്യം ഒരു പുസ്തകം എന്ന് പറയുമ്പോൾ ഒരു സമൂഹത്തിനെ തന്നെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സാമൂഹ്യമായ എല്ലാ ചുറ്റുപാടുകളെയും അതിനകത്ത് ഉൾക്കൊള്ളിക്കും. പക്ഷേ നിങ്ങൾ ഈ നെറ്റിലൂടെ കിട്ടുന്നത് വളരെ ക്യാപ്സുകളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇപ്പോൾ പരന്ന വായനയും ഈ യങ് ജനറേഷൻ ഒഴിവാക്കരുത് എന്നൊരു അഭിപ്രായം കൂടെ എനിക്കുണ്ട് കേട്ടോ. എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇപ്പോൾ പുസ്തകം എന്ന് പറയുന്ന കുറച്ചുകൂടെ സബ്ജക്റ്റീവ് ആയിട്ടുള്ളൊരു സാധനമാണ്. അതായത് നമ്മൾ വായിക്കുന്ന പോലെ ആയിരിക്കില്ല വേറൊരാൾ വായിക്കുന്നത്, ആ ഒരു എഫക്റ്റ് കിട്ടുന്നത്. പക്ഷെ ഇമാജിൻ ചെയ്യുന്നത് വേറെ വ്യത്യാസമായിരിക്കും. പക്ഷെ നമ്മൾ ഇന്റർനെറ്റിൽ കൂടെ കിട്ടുന്ന ഒരു അത് ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ. ഇത് മറ്റേ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പല ആംഗിളിൽ ചിന്തിച്ചെടുക്കാൻ സാധിക്കും. നിങ്ങളുടെ ഓരോരുത്തരുടെയും വിഷനും അതിനകത്തേക്ക് ഉൾക്കൊള്ളിക്കാൻ നിങ്ങൾക്ക് സാധിക്കും.
പക്ഷേ നെറ്റിലൂടെ കിട്ടുന്നത് ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ. ഈ സെയിം സാധനം ശശി തരൂർ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഈ ബുക്ക് വായിക്കുന്നതിനെ കുറിച്ച്. ആണോ? ഒരുപാട് വായിക്കണം, പുള്ളിക്കാരൻ ഒരുപാട് വായിക്കും. പുള്ളി പറഞ്ഞിട്ടുണ്ട്. അല്ല, ഈ ശരിക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആവണമെങ്കിൽ എന്ന ലളിതമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ നമ്മൾ ശീലിക്കണം. കടുകട്ടി വാക്കുപയോഗിച്ച് നമ്മൾ പാണ്ഡിത്യം പ്രകടിപ്പിക്കേണ്ടതല്ല. സിമ്പിളായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ മറ്റുള്ളവർക്ക് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥമായിരിക്കില്ല നമ്മൾ കടുകട്ടി വാക്ക് ഉപയോഗിക്കുമ്പോൾ അവർ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിരിക്കണമെങ്കിൽ എപ്പോഴും വളരെ ലളിതമായി സംസാരിക്കുന്നതായിരിക്കും ഉത്തമമായിട്ടുള്ളത്. പണ്ട് കമ്മ്യൂണിക്കേഷൻ എറർ കാരണം ഏറിപ്പോയതൊക്കെ എനിക്ക് എനിക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് അയ്യോ, അത് പറഞ്ഞപ്പോഴാണ് അച്ഛാ എനിക്കൊരു സംഭവം ഓർമ്മയുണ്ട്. കൊച്ചിലെ എടാ എന്നെ ഡിക്ഷണറി ഉണ്ടല്ലോ, ഒരു വലിയ ഡിക്ഷണറി എടുത്ത് കൈ തന്നിട്ട് എല്ലാ ദിവസവും ഇതിനകത്ത് നിന്ന് 5 വാക്ക് നീ പഠിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞ അച്ഛൻ ഓഫീസിൽ പോയായിരുന്നു. ഞാൻ പേടിച്ച് പഠിക്കുമായിരുന്നടാ. മൊത്തം പഠിച്ച ഇല്ല, കുറച്ച്. എടാ നമ്മൾ 2 ദിവസം പഠിക്കും, പിന്നെ ഓടിക്കളയും. 3 ദിവസം കഴിയുമ്പോൾ വഴക്ക് കിട്ടും, പിന്നെ തുടങ്ങും. ഒരു നോട്ട്ബുക്കൊക്കെ ഉണ്ട്, ഞാൻ ഇങ്ങനെ വേർഡ് അതിൻ്റെ അർത്ഥം എഴുതി വെച്ചിട്ട് എന്നിട്ട് ഇംഗ്ലീഷ് പത്രം വായിപ്പിക്കും എന്നെ കൊണ്ട്. എനിക്കൊരു തേകം ഒന്നും മനസ്സിലാവൂല. നമ്മൾ ഈ വായന എന്ന് പറയുമ്പോൾ ഒരു പുസ്തകം വായിക്കുമ്പോൾ ആ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുകയാണ്. ആ കമ്മ്യൂണിക്കേഷനിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഗ്രന്ഥകർത്താവ് ഉദ്ദേശിക്കുന്ന ആവണമെന്നുമില്ല. നമുക്ക് വേറെ രീതിയിൽ അത് ചിന്തിക്കാൻ സാധിക്കും, നമ്മുടെ പെർസ്പെക്റ്റീവ് ആണ് ചിന്തിക്കാൻ സാധിക്കും. അതാണ് ഈ പുസ്തക വായനയിലൂടെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കിട്ടുന്നൊരു ഗുണം. ശരിയാണ്. എനിക്ക് തോന്നുന്നു അങ്കിളിന്റെ ജനറേഷനിൽ കുറച്ചും കൂടി എല്ലാവരും എൻ്റെ അച്ഛൻ ഒരു നന്നായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എന്ത് പേപ്പർ കിട്ടിയാലും ഇന്ന് വായിക്കും. നിന്റെ അച്ഛനും ഒരുപാട് വായിക്കും. അത് തന്നെയാണ് വ്യത്യാസം. കാര്യം ഇവിടെ ഈ ശ്രീകാരം പഞ്ചായത്തിന്റെ പബ്ലിക് ലൈബ്രറി ഉണ്ടായിരുന്നു. ഈ ലൈബ്രറിയിലെ 18ാമത്തെ മെമ്പർമാരാണ് ഞങ്ങൾ. ഞാൻ 3 പേര്, ആദ്യത്തെ 18 പേരിൽ ഞങ്ങളുണ്ടായിരുന്നു. തുടങ്ങിയ കാലം മുതലേ പുസ്തകങ്ങളെല്ലാം വായിച്ചു തീർത്തിട്ടുണ്ട്. അന്ന് ഈ യാത്രാ വിവരണങ്ങളാണ് കൂടുതൽ വായിക്കുന്നത്. എസ് കെ പൊറ്റക്കാടിൻ്റെ പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ജമ്മു ആൻഡ് കാശ്മീരിനെ കുറിച്ച് എസ് കെ പൊറ്റക്കാട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ഇന്ന് നിങ്ങളത് വീഡിയോയിൽ കാണുന്നതേ ഉള്ളൂ. അതെ, സഞ്ചാര സാഹിത്യം എന്ന് പറഞ്ഞാൽ അന്ന് വളരെ വിപുലമായിട്ടുള്ളൊരു, പിന്നെ ഈ ഹൃദയസ്പർശിയായ നോവലുകളും ഒക്കെ ഉണ്ട്. പൈങ്കിളി നോവലുകളല്ല, ഡിക്റ്റേറ്റീവ് നോവലുകൾ ഉണ്ടായിരുന്നു. അന്ന് ഡിക്റ്റേറ്റീവ് നോവലുകൾ ഞാൻ ആദ്യമായിട്ട് വായിക്കുന്നത് ഈ ദുർഗപ്രസാദ് ഖത്രി എന്ന് പറഞ്ഞ പ്രസിദ്ധനായ ഒരു എഴുത്തുകാരനുണ്ടായിരുന്നു. മോഹൻ ഡി കങ്ങഴ എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരനാണ് മലയാളത്തിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. പുള്ളിയുടെ ചുവന്ന കൈപ്പത്തി, അതിൻ്റെ 2ാം ഭാഗം മൃത്യുവിവരണം, 4 പുസ്തകമാണ്. പിന്നീട് വെളുത്ത ചെകുത്താൻ, നിങ്ങളത് വായിച്ചിരിക്കേണ്ട പുസ്തകം തന്നെയാണ്. ഇന്ന് കാണുന്ന ശാസ്ത്ര സാങ്കേതികത ആ കാലഘട്ടത്തിൽ പുള്ളി അത് പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഫിക്ഷനാണല്ലേ? ആ, ഫിക്ഷനാണ്. എത്ര പഴയ ബുക്കായിരിക്കുമല്ലോ. 9 പുസ്തകമാണ്, 4 ഭാഗം വീതം. മൃത്യുകിരണങ്ങൾ 4 ഭാഗം, വെളുത്ത ചെകുത്താൻ 4 ഭാഗം, ചുവന്ന കൈപ്പത്തി. ഇത് നേപ്പാൾ രാജവംശവുമായി ബന്ധപ്പെട്ട ഒരു കഥയെ അടിസ്ഥാനമാക്കിയാണ് ഈ പുസ്തകം രചിച്ചിരിക്കുന്നത്. ഇന്ന് കണ്ടുപിടിക്കപ്പെട്ട പല മിസൈൽസിനെ കുറിച്ചും അതോടൊപ്പം തന്നെ റേസിനെ കുറിച്ചും, നമ്മളെ ഈ അൾട്രാവയൽ റേസ് കൊണ്ട് നിയന്ത്രിക്കുന്ന റോക്കറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതിനെക്കുറിച്ച്, പ്ലെയിനിനെ കുറിച്ച്, ആളില്ലാത്ത പ്ലെയിനിനെ കുറിച്ചൊക്കെ അന്ന് പ്രതിപാദിച്ചിട്ടുണ്ട്. അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വായിക്കണം. നമ്മുടെ ആ വിവർത്തനം തന്നെ വളരെ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട് മോഹൻ ഡി കങ്ങഴ. അപ്പോൾ നമ്മുടെ വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോയി ഇത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീലാണ് ഉണ്ടാകുന്നത്. നമ്മൾ ആ സംഭവങ്ങൾ നേരിട്ട് കാണുന്ന ഒരു പ്രതീതി ഉണ്ടാകും. അതിൻ്റെ രസമെന്നറിയാമോ, അതിലെ വില്ലനും നായകനും ഒരുപോലെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. അതായത് ഒരു വിൻ വിൻ സ്ട്രാറ്റജിയാണ് അതിനകത്ത് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വായിച്ചു പോകാൻ നമുക്ക് നല്ല രസമുള്ള പുസ്തകങ്ങളാണ്. ഇതുപോലെ അനേക പുസ്തകങ്ങൾ, എല്ലാം വിവർത്തനങ്ങളാണ്. അന്ന് പിന്നെയൊക്കെ ഞങ്ങൾ മലയാളം മീഡിയം സ്കൂളിലല്ലേ പഠിച്ചത്. അപ്പോൾ വിവർത്തനങ്ങളാണ് ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ളതും പരിശീലിച്ചിട്ടുള്ളത്. പിന്നെ മാതൃഭാഷയിൽ നമ്മൾ സംസാരിക്കുമ്പോഴും പിന്നെ പുസ്തകങ്ങൾ വായിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു ഊർജ്ജം ഉണ്ടല്ലോ, അത് മറ്റേത് ഭാഷ നമ്മൾ കടമെടുത്തിരുന്നാലും നമുക്ക് കിട്ടില്ല. അത് പുസ്തകം വായിച്ചിട്ടുള്ള ഒരു മലയാളം സംസാരിക്കുമ്പോഴും നമ്മൾ മലയാളം സംസാരിക്കുമ്പോഴുള്ള വ്യത്യാസം മനസ്സിലാവും. അതല്ല, ഒരിക്കലും ഈ സംസാര ഭാഷയും
പിന്നെ ആഖ്യാന എഴുത്തും തമ്മിൽ കമ്പയർ ചെയ്യരുത്. രണ്ടും തമ്മിൽ വളരെ വ്യത്യാസമുണ്ടാകും. പിന്നെ ഭംഗിയായി സംസാരിക്കുക എന്ന് പറയുന്നത് അതൊരു കഴിവാണ്, കലയാണത്, ഒരു കലയാണത്. ഇതിപ്പോ എടാ ഒരു സംഭവം കമന്റ് വരാൻ പോണ അച്ഛനെ നോക്കുക എന്നിട്ട് എന്നെ നോക്കുക എവിടെയോ അല്ല, ഇവൻ സംസാരിക്കുന്ന ശൈലിയിൽ ഈ വീട്ടിലാരും സംസാരിക്കാറില്ല. അത് ഇവിടെ നിന്ന് കിട്ടിയ വീട്ടിലല്ല, അങ്ങനെ ആരും സംസാരിക്കും. ഈ ജില്ലയിലെ സംസാരിക്കാൻ. അയ്യോ അതെങ്ങനെ വന്ന ഇങ്ങനത്തെ ഒരു അല്ല, നീ സംസർഗം ആണല്ലോ. നിങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. പിന്നെ നിങ്ങൾ പബ്ലിക്കുമായിട്ട് വളരെ ബന്ധമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ തമ്മിൽ സംസാരിച്ച് മുന്നോട്ട് വന്നിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സ്കൂൾ ടൈമിൽ. എനിക്ക് തോന്നിയിട്ടുള്ളത് കാർത്തിക് ആദ്യമൊക്കെ വ്ളോഗ് ചെയ്തിരുന്നപ്പോ ഇങ്ങനത്തെ സംസാര രീതി അല്ലായിരുന്നു. പിന്നെ ഇതിന് വേണ്ടി മോൾഡ് ചെയ്ത് ഈ പരുവത്തിലായിരിക്കുകയാണ്. ഇപ്പൊ മറ്റേ മനോരമയിലൊക്കെ പോയി അയ്യോ എനിക്കറിയില്ല. ഈ വീട്ടില് അവന്റെ അമ്മ സംസാരിക്കാറില്ല, ഞാൻ സംസാരിക്കാറില്ല, അവന്റെ വലിയച്ഛയും കൊച്ചച്ഛയും സംസാരിക്കാറില്ല. എല്ലാരും കുറച്ച് സംസാരിക്കാറുള്ളൂ. അതിന് മൊത്തമായിട്ട് അവൻ കുടുംബത്തിന്റെ മൊത്തം നിങ്ങളുടെ പഠിക്കുന്ന സമയത്ത് 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു? ഇല്ല. ഡൽഹി പഠിക്കുമ്പോഴും ഇങ്ങനെയല്ലായിരുന്നു. ഡൽഹി പഠിച്ച് വന്ന് ഇവന്റെ വ്ളോഗിങ് ആരംഭിച്ചതിന് ശേഷമാണ് ആദ്യത്തെ വ്ളോഗിൽ ദാസനും വിനു നിങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. അന്നത്തെ ആ വ്ളോഗിൽ സംസാര ഭാഷ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നീട് വരുംതോറും എക്സൈറ്റ്മെന്റ് കൂടി വാക്കുകളൊന്നും കിട്ടാതെ വരും. പല വാക്കുകളും ആവർത്തിക്കും, നാട്ടുകാരുടെ തെറിയേക്കും. അയ്യോ ഒരു പ്രത്യേക ഒരു ഇത് തന്നെ അങ്ങ് ഒരു സെഗ്മെന്റ് തന്നെ അങ്ങ് തുടങ്ങി. അങ്കിളെ, പിന്നെ അങ്കിളിന്റെ ജീവിതത്തില് ഒരു ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ജീവിതത്തിലെ ഒരു പുരുഷന്റെ ഹാപ്പിയസ്റ്റ് മൊമെന്റ് എന്ന് പറയുമ്പോൾ അച്ഛനാവുക എന്നുള്ളതാണല്ലോ. അത് തന്നെയാണ് ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആയിട്ട് കാണുന്നത്. അച്ചീവ്മെന്റ് അല്ല മോനെ, അതൊരു ഈ കുട്ടികളുണ്ടാവുക എന്ന് പറയുന്നത് ഒരു അച്ചീവ്മെന്റ് അല്ല. പക്ഷെ നമുക്ക് ഒരു സന്തോഷം ഉണ്ടാവും. അന്നാണ് നമ്മളെ റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളുണ്ടായല്ലോ എന്നുള്ളൊരു സന്തോഷം നമുക്കുണ്ടാവും. അന്നാണ് അച്ഛൻ അമ്മയ്ക്ക് സ്വർണ്ണക്കൊലുസ് മേടിച്ചു കൊടുക്കാം. അത് പറഞ്ഞ് നീ എന്നെ വേദനിപ്പിക്കും. അതെന്താണ് അതിന്റെ ഇത്? അച്ഛൻ പറഞ്ഞു കൊടുത്ത അന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. തുറന്നു പറഞ്ഞോളൂ. തുറന്ന് പറയാൻ മടിയായിട്ടല്ല, പിന്നെ എന്റെ മക്കളോട് തന്നെ അത് പറയണമെന്ന് ആലോചിക്കുമ്പോ ഒരു ചളിപ്പുണ്ട്. അയ്യോ അതുപോലെ തന്നെ ഇവന്മാര് ഇന്നാളിരുന്ന് കുബേർ കുഞ്ചിയുടെ കാര്യം ഇങ്ങനെ പറയായിരുന്നു. ടി-വിയിൽ മറ്റേ നാപ്റ്റോൾ അങ്ങനെയുള്ള ചാനലുകളിലൊക്കെ വരുമല്ലോ, മറ്റേ യന്ത്രം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ എല്ലാ അമ്മയാണെങ്കിൽ ഇരുന്ന് കണ്ടിട്ട് അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് അച്ഛൻ്റെ അടുത്ത് ഇത് വാങ്ങി വെച്ചാൽ കൊള്ളായിരിക്കും. അച്ഛൻ പറഞ്ഞു ഇതുപോലെ ഞാൻ കൊച്ചിലെ മുതൽ കേൾക്കുന്നത് ഇന്ന് വരെ ഒരു സാധനം അമ്മയ്ക്ക് കിട്ടിയിട്ടില്ല. അതിനകത്തുള്ള നിങ്ങളത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടെയാണ്. ഈ ആഗ്രഹങ്ങൾ ഒരുപാട് മനുഷ്യനുണ്ടാകും. ഈ ആഗ്രഹങ്ങൾ മുഴുവൻ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കില്ല. അപ്പോൾ എന്നാൽ ഈ ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ അതിനെ നിരസിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഒരു സിമ്പിൾ വഴി എന്താണ്? പൊളിറ്റീഷ്യൻസ് പറയുമ്പോൾ തരാന്ന് പറയും. അല്ല, നമ്മൾ വാങ്ങിത്തരാം. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് വേറെ ആവശ്യം വരും, ഇതങ്ങ് മറക്കും. മനസ്സിലായോ? അപ്പൊ ഇതിങ്ങനെ അനവരതം നടന്നുകൊണ്ടിരിക്കും, കാര്യങ്ങൾ ഭംഗിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അതായത് ആർക്കും ഈ വാഗ്ദാനങ്ങൾ കൊടുക്കരുത്. വാഗ്ദാനങ്ങൾ കൊടുത്ത് പാലിക്കാതെ വരുമ്പോഴാണ് ക്ലാഷ് ഉണ്ടാവുന്നത്. ഇപ്പൊ വാഗ്ദാനങ്ങൾ കൊടുക്കാതിരിക്കുക, എല്ലാം സമ്മതിക്കുക, ഒരു പ്രതീക്ഷ കൊടുക്കുക. അതെ, വലിയ പ്രതീക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആപ്പിലായി പോകും. അച്ഛനെ ഈ അച്ഛനാവാൻ നേരത്ത്, ഐ മീൻ ഫാദർ ആയല്ലോ, ഞാൻ ജനിച്ച സമയത്ത് അച്ഛന് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നോ അതോ ടെൻഷൻ ഉണ്ടായിരുന്നോ? ഒരു കുട്ടി വരികയല്ലേ, അപ്പോ എനിക്ക് കാരണം അല്ല, ഈ കാർത്തിക് നേരത്തെ എപ്പിസോഡിൽ വന്ന് പറഞ്ഞു, കാർത്തിക്കിന് ഈ ഒരു കുട്ടിയുടെ അച്ഛനാവുക എന്ന് പറയുന്ന ഒരു റെസ്പോൺസിബിലിറ്റി ഭയങ്കര പേടിയുള്ള ഒരു സാധനം. അപ്പൊ അങ്കിളിന് ആ ഒരു റെസ്പോൺസിബിലിറ്റിയുടെ മോനെ, ഒരു മാരേജ് എന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. അല്ല, നിങ്ങളിപ്പോ വിവാഹപ്രായം അയക്കുന്ന കുട്ടികളല്ലേ, അപ്പൊ നിങ്ങൾക്ക് പറയാം എന്താണ് ഒരു മാരേജ് എന്ന് ഉദ്ദേശിക്കുന്നത്? മാരേജ് ഒരു പുതിയ ഫാമിലി, യൂണിയൻ ഓഫ് ടു പീപ്പിൾ എന്നൊക്കെ പറഞ്ഞ വെരട്ടിക്കളയല്ലേ. നമുക്കൊരു പാർട്ട്ണർ വരുന്നു ലൈഫിൽ. അത് ജീവിതം ഷെയർ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഒരാൾ. മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായ വംശവർദ്ധനവ്,
അങ്ങനെ നിയമപരമായ വംശവർദ്ധനവിനാണ് ഈ മാരേജ് എന്ന് പറയുന്നത്. വംശത്തെ മാരേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്ലഷർ മാത്രമല്ലല്ലോ, വംശത്തിൻ്റെ വർധനവും കൂടെ അല്ലേ. അതിനൊരു നിയമസാധുത കൊടുക്കുന്നതാണ് നമ്മൾ ഈ അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയുന്നത്, രജിസ്റ്റേർഡ് മാരേജ് എന്ന് പറയുന്നതിൻ്റെ കാരണം. പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാരേജ് എന്ന് പറഞ്ഞാൽ നിയമപരമായ വംശവർദ്ധനവിനുള്ളൊരു ഉപാധിയായിട്ടാണ്. പിന്നെ മനുഷ്യനല്ലേ, സ്നേഹം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും, എല്ലാ വികാരങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ചിരിക്കും നമ്മുടെ ജീവിതം നന്നായി പോകണോ അല്ലെങ്കിൽ മോശമായി പോകണമെന്ന് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ തന്നെ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ നിങ്ങളുടെ ഈ ടെക്കീസിൻ്റെ ഇടയിലാണല്ലോ ഏറ്റവും കൂടുതൽ ഡിവോഴ്സൊക്കെ ഉണ്ടാകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഞാൻ പറയാം, കാരണം സഞ്ജു ടെക്കിയോട് ചോദിക്കാം. തിരുവനന്തപുരത്തെ കുടുംബ കോടതിയിൽ ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് കേസ് വരുന്നത് ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിലാണ് ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് കേസ് വരുന്നത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും അധ്വാനിച്ച് ഒരുപോലെ ശമ്പളം വാങ്ങിക്കൊണ്ട് വന്ന് ജീവിതം കരുപിടിപ്പിക്കുമ്പോൾ രണ്ടുപേർക്കും ഒരേ അഭിപ്രായം അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. ഭിന്ന അഭിപ്രായമാകുമ്പോൾ 2 അക്കൗണ്ട്, 2 അഭിപ്രായം, പിന്നെ രണ്ടുപേരുടെ ഈഗോ, ഇതൊക്കെ വരുമ്പോൾ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം. ഇത് കൂടാതെ ഈ മാരേജ് കഴിഞ്ഞാൽ രക്ഷകർത്താക്കൾ പൊതുവെ കുട്ടികളുടെ ലൈഫിൽ ഇടപെടുന്ന ഒരു ഏർപ്പാടുണ്ട്. അത് വലിയ പ്രശ്നം. രക്ഷകർത്താക്കൾ മാരേജ് കഴിഞ്ഞാൽ രക്ഷകർത്താക്കൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അഭിപ്രായം പറയാനോ അവരെ നിയന്ത്രിക്കാനോ പോകരുത്. അവരിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഫാമിലിയിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിന് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതിൽ കഴിഞ്ഞ് അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഇടപെടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അത് ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ഒറ്റക്കുട്ടിയുള്ള വീടുകളിൽ നിന്നാണ് ഏറ്റവും വരുന്നത്. കാര്യം അവർക്ക് എല്ലാം സെൽഫിഷ്നെസ് കൂടുതലായിരിക്കും. ഒരാളല്ലേ ഉള്ളൂ. മറ്റേ 2 പേരുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ വികാരങ്ങളെ മാനിക്കാനുള്ള ഒരു മനസാന്നിധ്യം കൂടെ ആ കുട്ടികൾക്കുണ്ടാകും. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, കഴിഞ്ഞ എപ്പിസോഡിൽ അഖിലേഷ് ഉണ്ടായിരുന്നു അതിനകത്ത്. അച്ഛാ, ഇപ്പൊ നമ്മൾ ചോദിച്ചതെന്ന് വിട്ടുപോയി. എന്തായിരുന്നു ചോദിച്ചത്? ടെൻഷൻ ഉണ്ടായിരുന്നു റെസ്പോൺസിബിലിറ്റി അതല്ല, ഒരു ശരിക്കും ഒരു പേരന്റ് ആവില്ലേ. ഇൻഡിവിജ്വലായിരുന്ന ആള് കല്യാണം കഴിച്ച് ഒരു കുഞ്ഞാകുമ്പം പിന്നെ ഒരു ഗ്രഹനാഥനായി മാറുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. ആ എക്സൈറ്റ്മെന്റ് കുട്ടികൾ വളർന്നതനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. എക്സൈറ്റ്മെന്റ് 2 തരത്തിലുമുണ്ട്. നമുക്ക് പ്രോബ്ലം ഉണ്ടാക്കുന്ന എക്സൈറ്റ്മെന്റും ഉണ്ടാവും, നമുക്ക് പ്ലഷർ ഉണ്ടാക്കുന്ന എക്സൈറ്റ്മെന്റും ഉണ്ടാവും. അത് തമ്മിൽ ബാലൻസ് ചെയ്ത് പോകണമെങ്കിൽ ജീവിതം വലിയ പ്രശ്നമില്ലാതെ പോകും. ഏതെങ്കിലും ഒന്ന് കൂടി പോകണമെങ്കിൽ പ്രോബ്ലം ഉണ്ടാക്കുന്ന എക്സൈറ്റ്മെന്റ് ഏതാണ് വെച്ചാൽ, പ്രോബ്ലം ഉണ്ടാക്കുന്ന കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന സമയത്ത് ഈ രക്ഷകർത്താക്കൾക്കൊരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ കുട്ടികളിൽ. എന്ന് പറഞ്ഞാൽ കമ്പാരിസൺ അല്ല, മറ്റുള്ളവരുമായിട്ടൊരു താരതമ്യപ്പെടുത്തലല്ല, അങ്ങനെയൊന്നുമല്ല. നല്ല രീതിയിൽ വളർന്നു വരണം. സമൂഹത്തിന് ഒരു ഭീഷണിയായിട്ട് ഈ കുട്ടികളാവരുത്. ഒരു മൊറാലിറ്റി ഉണ്ടാവണം. സമൂഹത്തിന് ദോഷം വരുന്ന കാര്യങ്ങളൊന്നും കുട്ടികൾ ചെയ്യാൻ പാടില്ല എന്നൊരു ചിന്താഗതി നമുക്കുണ്ടാകും. അപ്പോൾ അതിനുവേണ്ടി ചില നിയന്ത്രണങ്ങളൊക്കെ നമ്മൾ വെക്കും. ആ നിയന്ത്രണങ്ങൾ വരുമ്പോൾ ഈ ഇപ്പോഴുള്ള കുട്ടികൾ ചിലപ്പോൾ പല കുട്ടികൾ അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. എതിർക്കുമ്പം ക്ലാഷ് ഉണ്ടാവും. അങ്ങനെ ആകുമ്പോൾ കുടുംബാന്തരീക്ഷത്തിൽ വളരെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വരാറുണ്ട്. അപ്പോൾ അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണല്ലോ കുടുംബം മുന്നോട്ട് പോകുന്നത്. പക്ഷെ കാർത്തികിന് ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റൂല എന്നാണ് പറയുന്നത്. പേടിയാണെന്നാണ്. ഒരു ടെൻഷൻ ഉണ്ടോ എനിക്ക്? അതൊരു ഒളിച്ചോട്ടമാണെന്ന് ഞാൻ പറയുള്ളൂ. അല്ല ചാ, ഇപ്പോ എനിക്കറിയില്ല, ഇപ്പൊ ഒരു കല്യാണം കഴിക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക. ഇപ്പോ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടി എൻ്റെ കാര്യങ്ങളായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവോ, ഐ മീൻ എന്നെ മനസ്സിലാക്കാൻ പറ്റും, അങ്ങനെയുള്ള ടെൻഷൻ എപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്. അല്ല, അങ്ങനെയൊന്നും ടെൻഷൻ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോൾ വരുന്ന കുട്ടികൾ ഇപ്പോൾ നമ്മളുടെ രീതി അനുസരിച്ച് മുന്നോട്ട് പോകണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പോൾ കൊണ്ടുവരുന്ന കുട്ടിയെ, നിങ്ങൾ സെലക്ട് ചെയ്യുന്ന കുട്ടികൾ നിങ്ങളുടെ പ്രശ്നങ്ങളും നിങ്ങളുടെ പരാധീനതകളും ഒക്കെ അതിനെ ബോധ്യപ്പെടുത്തിയിട്ട് കല്യാണം കഴിച്ചാൽ നന്നായിരിക്കും എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. റെസ്പോൺസിബിലിറ്റി ഇഷ്യൂ മനസ്സിലായല്ലോ. നേരത്തെ ഒന്നും ചെയ്യേണ്ട, മര്യാദയ്ക്ക് പോയി കെട്ടിക്കൊണ്ടോട്, അതാണ് പറഞ്ഞത്. ഇത് അല്ല, അത് ചുമതലകളിൽ നിന്ന് ഒളിച്ചോടരുത്. ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്തോ. നിനക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണല്ലേ ആസ? പിന്നെ ഇപ്പൊ ടെൻഷൻ അടിക്കേണ്ട അല്ല, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല മോനെ. കാര്യം ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള വ്യഗ്രത കാണിക്കുമ്പോഴാണ് ഈ ടെൻഷൻ. ഇതൊന്നും വേണ്ട, ഇത് ഭയങ്കര ഉത്തരവാദിത്വമില്ല, ഇതെങ്ങനെ ചെയ്യും എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഫ്ലട്ടർ ചെയ്ത് നടന്നു പോകണമെന്നുള്ള
ഒരു ചിന്താഗതി വരുമ്പം തന്നെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള മനസാന്നിധ്യം ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർ ഈ സ്വഭാവമുള്ള പിള്ളേർക്ക് പെൺകുട്ടികളെ കല്യാണം കഴിച്ച് കൊടുക്കരുത്. ഞാൻ പറഞ്ഞത് ശരിയല്ല. ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് പേടിയുള്ള ഒരു വ്യക്തിക്ക് കല്യാണം കഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവൻ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തില്ല, ജീവിതം പാഴായി പോവില്ലേ? പക്ഷെ ചിലപ്പോൾ പ്രിപ്പയർഡ് അല്ലെങ്കിലോ, ഇപ്പം കറന്റ് പ്രിപ്പയർഡ് അല്ല. അല്ല ഇപ്പം ശ്രീകാന്ത് പറഞ്ഞത് ഇപ്പൊ എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ആയിട്ട് കല്യാണം കഴിപ്പിച്ചാൽ മതി എന്ന് പറയില്ലേ, അതേപോലെയാണ് ഇപ്പൊ ശ്രീകാന്ത് കല്യാണം കഴിപ്പിച്ചാൽ മതി. എല്ലാത്തിനും ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് കല്യാണം എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പറയാറുണ്ട് ചിലര്. അല്ല, അത് എനിക്ക് തോന്നുന്നത് ഒരു വ്യക്തിയെ കുറിച്ച് പരിപൂർണമായി മനസ്സിലാക്കിയതിന് ശേഷം ചില രക്ഷകർത്താക്കളൊരു തീരുമാനമെടുക്കും. ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ശരിയാവും എന്നൊരു തോന്നൽ വരുമ്പോഴാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. ചിലർ പറയാറുണ്ട് ഒരു കല്യാണം കഴിച്ചാൽ തീരാൻ. ഇത് അച്ഛനും അമ്മയായിരിക്കുമല്ലോ പറയണത്, പുറത്തുനിന്നുള്ള അയ്യോ അച്ഛാ, ഞാൻ കഴിഞ്ഞൊരു പോഡ്കാസ്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ കല്യാണം കഴിച്ചാലും എനിക്ക് ഫാമിലി ആയിട്ട് തന്നെ നിന്ന് പോകുന്നതാണ് ആഗ്രഹമെന്ന്. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് നാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ വേറെ വീട് സെറ്റാക്കി വേറെ മാറി താമസിക്കണമെന്ന്. അങ്ങനെ പറഞ്ഞതിന് കാരണമുണ്ട് മോനെ. കാരണം ഒരു ഫാമിലിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അതൊരു പൂർണ്ണതയിലേക്ക് കൊണ്ടെത്തിക്കണമെങ്കിൽ നിങ്ങളൊന്ന് മാറി നിന്നാലേ പറ്റൂ. വീട്ടിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും രക്ഷകർത്താക്കൾ ഇടപെടും. നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം നിങ്ങൾ പ്രകടിപ്പിക്കില്ല. എല്ലാം അമ്മയുണ്ടല്ലോ അച്ഛനുണ്ടല്ലോ അതെല്ലാം അവർ നോക്കിക്കോളും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കും. നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ടാവണം. ഒരു ഫാമിലി നന്നായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറി താമസിക്കുക തന്നെ വേണം. പിന്നെ ഞങ്ങളെപ്പോലുള്ളവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അതിലിടപെട്ട് നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്ത് ഒരു ഫെസിലിറ്റേറ്റർ എന്നുള്ള നിലയ്ക്ക് നിൽക്കാനാണ് രക്ഷകർത്താക്കൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ കല്യാണം കഴിച്ചതിന് ശേഷവും അവനെ ഒരു കുട്ടിയായിട്ട് മാറ്റിയെടുക്കരുത്, അവനൊരു പുരുഷനാക്കി മാറ്റിവിടണം. കല്യാണം കഴിഞ്ഞിരുന്നാലും മോനെ മക്കളെ എന്ന് വിളിച്ച് സ്നേഹം കൊടുത്ത് അവനൊരു കുഞ്ഞാക്കി നിർത്താതെ അവനൊരു പുരുഷനാക്കി മാറ്റിവിടണം. അതുകൊണ്ട് അതിന് ഏറ്റവും നല്ല ഉപാധി എന്ന് പറഞ്ഞാൽ വെളിപ്പാടകലെ ഇവർ മാറി താമസിക്കുന്നതായിരിക്കും നല്ലത്. മനസ്സിലായി. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എനിക്ക് കല്യാണം കഴിക്കാനുള്ള ഇതായിട്ടില്ല, സമയമായിട്ടില്ല. തീർച്ചയായിട്ടും മൂക്കി പല്ല് എല്ലാവർക്കും മൂക്കി പല്ല് മുളച്ചാലും ശരി, നമ്മൾ മെന്റലി പ്രിപ്പയർഡ് അല്ലാതെ കെട്ടുന്നത് ശരിയല്ല. പഴയ കാലഘട്ടത്തിൽ എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് അവരെ വളർത്തി വലുതാക്കി. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു കുട്ടി ജനിക്കുന്നു, അതിനെ രക്ഷകർത്താക്കൾ വളർത്തുന്നു, വിദ്യാഭ്യാസം കൊടുക്കുന്നു, ജോലി കിട്ടുന്നു, കല്യാണം കഴിപ്പിക്കുന്നു, എന്നിട്ട് ഈ രക്ഷകർത്താക്കൾ ചെയ്ത കാര്യം തന്നെയാണ് ആവർത്തിക്കുന്നത്. ഒരു സൈക്കിളാണ്. അവരും കല്യാണം കഴിക്കുന്നു, കുട്ടികളെ ഉണ്ടാക്കുന്നു, വളർത്തുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാനുള്ള സമയം കൂടി കണ്ടെത്തണം. അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്, ഇത്രയും വർഷം നീ ജീവിച്ചിട്ട് നിനക്ക് എന്ത് നേടാൻ കഴിഞ്ഞു, നിനക്ക് മാത്രമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്കിളിന് അങ്ങനെ ഒരു എന്തായിരിക്കും ലൈഫിൽ ഇതുവരെ നേടിയ ഏറ്റവും വലിയ അച്ചീവ്മെന്റ്? അങ്കിളിന് അങ്ങനെ ഒരു സംഭവം എന്തായിരിക്കും എടുത്ത് പറയാൻ പറ്റും? അങ്ങനെ പ്രത്യേകിച്ച് ഒരു അച്ചീവ്മെന്റ് ഒന്നും പറയാൻ പറ്റില്ല. എങ്കിലും നമുക്ക് കാണുമല്ലോ എന്തെങ്കിലും. ഇനി നേടണമെന്ന് ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു മോനായി കഴിഞ്ഞല്ലോ, അവൻ നന്നായിട്ട് ജീവിക്കണം, അവനൊരു ചെറിയൊരു സപ്പോർട്ട് കൊടുക്കണം, അങ്ങനെ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. പറഞ്ഞതില്ലേ പറഞ്ഞിട്ടോ അങ്കിള് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി കൂടി ജീവിക്കണമെന്ന് പറഞ്ഞില്ലേ? അതെ അതെ. അപ്പം ആസ് ആൻ ഇൻഡിവിജ്വൽ അങ്കിളിന് ഇതുവരെ ഉള്ള ഏറ്റവും വലിയ അച്ചീവ്മെന്റ് അല്ല, അച്ചീവ്മെന്റ് ഞാൻ പറയാലോ, നമുക്കുള്ള എനിക്ക് വലിയ വലിയ ആഗ്രഹങ്ങളുള്ള ഒരു വ്യക്തിയൊന്നുമല്ല. കാര്യം നമുക്ക് മാന്യമായി ജീവിച്ചു പോകണം എന്ന ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റേതായ വ്യക്തിത്വം എന്ന് പറയുന്നത് കുറച്ച് പുസ്തക വായന, കുറച്ച് ട്രാവലിംഗ്, ഇതൊക്കെ എൻ്റേതായ ചില കാര്യങ്ങളൊക്കെയാണത്. അപ്പോൾ അതൊക്കെ നടക്കണമെന്നുള്ളൊരു ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്കിളിനൊരു പേഴ്സണൽ ലൈബ്രറി ഉണ്ടാക്കണമെന്നോ അങ്ങനെയൊന്നും ആഗ്രഹമില്ല? അങ്ങനെയൊക്കെ ആഗ്രഹം ഒരു പേഴ്സണൽ ലൈബ്രറി ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം പല വഴിക്ക് പോയി, പുസ്തകങ്ങളെല്ലാം പല വഴിക്ക് പോയി. ഇനി ഉണ്ടാക്കാലോ ഒരു സെപ്പറേറ്റ് ഒരു ഇത്. പിന്നെ അവനവന് വേണ്ടി ജീവിക്കുന്ന ഞാൻ ഉദ്ദേശിച്ച വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ കുറച്ച് ഫ്രീ ആയിട്ടിരിക്കാനുള്ളൊരു അവസരം കിട്ടണം. അതായത് നമ്മുടെ മൈൻഡ് വെറും ബ്ലാങ്ക് ആയിട്ടിരിക്കാനുള്ളൊരു അവസരം കൂടെയൊക്കെ നമുക്ക് കിട്ടണം. എപ്പോഴും പ്രശ്നങ്ങൾ മാത്രം തലയിൽ കയറ്റി വെച്ച് അതിൻ്റെ പുറകെ സോൾവ് ചെയ്യാൻ വേണ്ടി ഓടി നടക്കാതെ ഈ നമ്മുടെ മൈൻഡ് ബ്ലാങ്ക് ആക്കി വെച്ചുകൊണ്ട്
ജീവിക്കാനുള്ള കുറച്ച് സമയം നമ്മൾ കണ്ടെത്തണം. ഓക്കെ, മനസ്സിലായി. എപ്പോഴും ടെൻഷൻ അടിച്ച് ജീവിക്കരുത് എന്നാണ് ഞാൻ ഒരു ഓൺ ടൈം. അതെ, ഓൺ ടൈം നമുക്കുണ്ടാകും. ഇതേപോലെ തന്നെ അങ്കിളുടെ ജീവിതത്തിൽ നടന്ന ഒരു സാഡസ്റ്റ് ആയിട്ടുള്ള ഇൻസിഡന്റ് എന്താ? സാഡസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരൻ മരിച്ചു പോയത്. അങ്ങനെ എനിക്ക് ഏറ്റവും കൂടുതൽ എങ്ങനെയാണ്? പുള്ളി ഞാൻ കോളേജ് പഠിക്കുന്ന കാലഘട്ടത്തിൽ ഉള്ളൊരു ഇൻസിഡൻ്റാണത്. ഒരു ആക്സിഡൻറ്റ് പറ്റി പുള്ളി മരിച്ചുപോയി. കാര്യം നിങ്ങളെപ്പോലെ തന്നെയാണ്, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനും നമ്മുടെ സുഖദുഃഖങ്ങളിൽ പങ്കെടുക്കാനും നമ്മുടെ ഫാമിലി മെമ്പർ പോലെ നിങ്ങളെപ്പോലെ തന്നെയാണ് വളരെ ഐക്യതയോടുകൂടി പോയിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഈ ആക്സിഡൻറ്റ് പോയിട്ട് മരിച്ചു പോയ സമയത്ത് എനിക്ക് ഒരു ദുഃഖം, അതുപോലെ തന്നെ വേറൊരു ദുഃഖവും കൂടെ എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ എഞ്ചിനീയറിംഗ് കോളേജ് ചെല്ലുന്ന സമയത്ത് ഞങ്ങൾ BSc കഴിഞ്ഞ് ചെന്നപ്പോൾ എൻ്റെ കൂടെ പ്രീ ഡിഗ്രിക്ക് പഠിച്ചു വരുന്നതല്ല, അന്ന് അവിടെ 6th സെമസ്റ്ററിന് പഠിക്കുന്ന പിള്ളേരാണ്. അപ്പം ഞങ്ങൾക്ക് കൂട്ട് അവരുമായിട്ടാണ്. അപ്പോൾ ഇവർ ഞങ്ങളൊന്ന് റാഗ് ചെയ്യും, കൂടെ പഠിച്ചവർ നമ്മളൊന്ന് റാഗ് ചെയ്യും. അപ്പോൾ സീനിയേഴ്സ് എന്നുള്ള നിലയ്ക്ക് അവിടെ ഇപ്പോൾ ഒരുമിച്ച് പ്രീ ഡിഗ്രിക്ക് പഠിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സീനിയേഴ്സ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ബഹുമാനിക്കുകയും അവർ റാഗ് ചെയ്യുമ്പോൾ നമ്മളത് അനുസരിക്കുകയും ചെയ്യും. പക്ഷേ ഞങ്ങൾ ഈ BSc പഠിച്ച് പാസ്സായതുകൊണ്ട് ഞങ്ങൾക്കൊരു ഈഗയുണ്ട്, നമുക്ക് എന്തുകൊണ്ട് റാഗ് ചെയ്തുകൂടാണ്. ഞങ്ങൾ മെക്കാനിക്കലുകാരെല്ലാം കൂടെ സംഘടിച്ചിട്ട് നേരെ ആർക്കിടെക്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ പോകും. ഓക്കെ. അന്ന് ട്രിവാൻഡ്രം കൊണ്ട് പുതിയ ആർക്കിടെക്ചർ ബിൽഡിംഗ് ഒന്നും വന്നിട്ടില്ല. മെയിൻ ബിൽഡിങ്ങിൻ്റെ ഫേസ് ചെയ്യുമ്പോൾ എക്സ്ട്രീം റൈറ്റ് കോർണറിലാണ് അന്ന് ആർക്കിടെക്ചറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്. ആശാലത തമ്പുരാനെന്നുള്ള ആളായിരുന്നു അന്ന് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ. അവരാണ് ഈ മോഹൻദാസ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പ്രിൻസിപ്പളായിട്ട് പിന്നീട് ഇപ്പോൾ ഡയറക്ടറായിട്ടിരിക്കുന്ന വ്യക്തിയാണ്. അതിൽ മായ മുകുന്ദൻ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി, കാണാനൊക്കെ നല്ല സ്മാർട്ടാണ്. ഈ പെൺകുട്ടിയെ ഞങ്ങൾ റാഗ് ചെയ്തു. പാട്ട് പാടിയത് മാത്രമല്ല, ഞങ്ങൾ അസൈൻമെന്റ്സ് ഒക്കെ അവരെ കൊണ്ടൊക്കെ എഴുതിപ്പിക്കും, പിന്നെ പേരട്ടും എന്നു പറഞ്ഞാൽ വളരെ മോശമായ രീതിയിലൊന്നുമല്ല, ചൂഷണം. പക്ഷെ ഞങ്ങളൊരു ടൂർ കഴിഞ്ഞ് വന്നപ്പോൾ ഈ കുട്ടി മരിച്ചു പോയത് ഭയങ്കര സാഡായിപ്പോയി. കാര്യം ബ്രെയിൻ ട്യൂമറായിരുന്നു കുട്ടിക്ക്, അറിയില്ലായിരുന്നു. നല്ല സ്മാർട്ടായിരുന്നു. അവളെന്ത് ചെയ്യുന്നറിയോ, ഞങ്ങളിന്ന് കൊട്ടേഷൻ വാങ്ങിക്കൊണ്ട് ഒരു 10 പേര് ഈ ഒരു 10 അസൈൻമെൻറ്റ് ഒരു 2 ദിവസം റെഡിയാക്കി തരണമെന്ന് പറഞ്ഞാൽ ഇവളുടെ ക്ലാസ്സിലുള്ള പിള്ളേരെ കൊണ്ടുവന്ന് എഴുതിപ്പിച്ച് എല്ലാം കൂടെ നമുക്ക് കൊണ്ട് തരുമായിരുന്നു. പിന്നീട് അത്രയ്ക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ആ കുട്ടി മരിച്ചുപോയെന്ന് അറിഞ്ഞപ്പോൾ വളരെയധികം ദുഃഖമുണ്ടായി. അല്ലാതെ ജീവിതത്തിൽ ദുഃഖിക്കേണ്ട സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഓർക്കാറുണ്ട് ഇവരെയൊക്കെ ഓർക്കാറുണ്ട്. ഇവരായിട്ട് സ്റ്റിൽ കമ്പനി ഇപ്പോഴും കണക്ഷൻസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. പഴയ സുഹൃത്തുക്കൾ, എനിക്ക് വളരെ കുറച്ച് സുഹൃത്തുക്കളേ ഉള്ളൂ. ആ സുഹൃത്തുക്കളുമായിട്ട് നല്ല ബോണ്ടാണ് ഇപ്പോഴും. കോളേജിലുള്ള സ്കൂളിൽ പഠിച്ച കുട്ടികളുമായിട്ടൊക്കെ നല്ല, എൻ്റെ സ്കൂൾ മേറ്റ്സുമായിട്ടൊക്കെ നല്ല ബോണ്ടാണ്. അതേപോലെ തന്നെ അങ്കിളുടെ ഈ ഇത്രയും നാളത്തെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു ഇൻസിഡൻറ്റ്? അങ്ങനെ മറക്കാനാവാത്ത ഇൻസിഡൻസ് എന്ന് പറയാൻ വേണ്ടി അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. കാർത്തികിൻ്റെ ഒരു എപ്പിസോഡിൽ കാർത്തിക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൻ ഇവിടെ കുറച്ച് സ്ട്രഗിൾസ് ഉണ്ടായി, ഫൈനാൻഷ്യലായിട്ട് കുറച്ച് സ്ട്രഗിൾസ് ഒക്കെ ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്തത്? കാരണം പല ആൾക്കാരും ഈ ഫൈനാൻഷ്യലി ഇപ്പോൾ ഈ കോവിഡ് സാഹചര്യത്തിൽ ജോലി നഷ്ടപ്പെട്ട അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ള രീതിയിൽ ചിന്തിക്കാറുണ്ട്. മോനെ, ഇപ്പോൾ 2-3 തരത്തിലുള്ള ആൾക്കാരാണല്ലോ. ഒന്ന് സാലറി ക്ലാസ് ആയിരിക്കും, ഒന്ന് ഒരു ഓൺടർപ്രണറായിട്ടുള്ള ആൾക്കാരായിരിക്കും. എപ്പോഴും സാലറീഡ് ക്ലാസ്സിന് ഗവൺമെൻറ് ജോബാണെന്നുണ്ടെങ്കിൽ അത് ഫുള്ളി സെക്യൂർഡാണ്. പക്ഷേ പ്രൈവറ്റ് ഫേംസിലാണെങ്കിൽ അൺസെക്യൂർഡാണ്. ഏത് നിമിഷം വേണമെങ്കിൽ നമുക്ക് ജോലി നഷ്ടപ്പെടാം. അപ്പോൾ ആ ജോലി നഷ്ടപ്പെടുന്ന മാനസികാവസ്ഥയിൽ മറ്റെന്തെങ്കിലും കണ്ടുപിടിക്കാനുള്ള ഒരു കഴിവും കൂടെ ഈ ക്യാൻഡിഡേറ്റ്സിന് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ജീവിതം വഴിമുട്ടിപ്പോവും. അപ്പോൾ അതിനുള്ള ഇപ്പോൾ തന്നെ കേന്ദ്ര സർക്കാരായിരുന്നാലും സംസ്ഥാന സർക്കാരായിരുന്നാലും ഒരുപാട് സ്കീംസൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് പിടിച്ചിരിക്കാനൊക്കെ സാധിക്കും. പല ആൾക്കാരും റിസ്ക് എടുക്കാൻ തയ്യാറാവാത്തത് കൊണ്ട് മാത്രമാണ് ജോലിയില്ല എന്നും പറഞ്ഞ് നടക്കുന്നത്. അതെ, വൈറ്റ് കോളർ ജോബ് മാത്രമേ ചെയ്യുകയുള്ളൂ എന്നുള്ള രീതിയിൽ. ഏത് ജോലിയും ചെയ്യാൻ നിങ്ങൾ സന്നദ്ധനാണെങ്കിൽ നിങ്ങൾക്ക് തിരിഞ്ഞു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഫിനാൻഷ്യൽ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ വളരെ പ്ലാനിങ്ങോടുകൂടി വളരെ പരിമിതമായ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് പടിപടിയായിട്ട് മുകളിലേക്ക് കൊണ്ടുവന്നു. അതിന് വലിയ അത്ഭുതങ്ങളൊന്നും കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. കറക്റ്റായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് പോയാൽ മതി. പക്ഷേ പ്ലാനിങ് ചിലപ്പോഴൊക്കെ തെറ്റിപ്പോവും. കാര്യം അപ്രതീക്ഷിതമായിട്ട് ഒരു ചിലവ് വരുമ്പോൾ നമ്മൾ ഈ പ്ലാനിങ് എല്ലാം തെറ്റിപ്പോവും. ആ സമയത്ത് അങ്ങനെ വരുന്നതിന് വേണ്ടിയുള്ള ഒരു ഫണ്ടും കൂടെ നമ്മൾ സ്വരൂപിച്ച് വെക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് പരിമിതമായ റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കാൻ പഠിച്ചിട്ടുണ്ട്. ഈ കാർത്തിക്
ഇപ്പൊ നമ്മള് കാർത്തികിന്റെ വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കാർത്തികിന്റെ അച്ഛൻ ഭയങ്കര പാവമാണ്, ഭയങ്കര കാമാണ്, ഇങ്ങനെയുള്ള പേഴ്സണാലിറ്റിയാണ്. പക്ഷെ കാർത്തിക് എന്ന് പറയുമ്പോൾ ഒരു എക്സ്ട്രാ വേഗന്റ് ആയിട്ട് ഭയങ്കര ഒരു ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എങ്ങനെയാണ് അങ്കിള് ഇത് ഈ എന്താ സഹിക്കുന്നതല്ല, അവിടെയാണ് നമ്മൾ കാർത്തികിനെ കുറിച്ച് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. കാർത്തിക് മറ്റുള്ളവരുടെ കൂടെ വളരെ സൗഹൃദമായിട്ട് പെരുമാറുമെങ്കിലും അവൻ ഏറ്റവും കൂടുതൽ വഴക്കടിക്കുന്നത് അവൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കൂടെയാണ്. ഏറ്റവും കൂടുതൽ എതിർത്ത് സംസാരിക്കുന്നതും ഞങ്ങളെ ചിലപ്പോൾ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള സംസാരിക്കുന്നതും ഒക്കെ രക്ഷകർത്താക്കളോടാണ്. പക്ഷെ മറ്റുള്ളവരുടെ അവൻ അങ്ങനെ പെരുമാറില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കണം അവനൊരു ലൈഫ് വരുമ്പോൾ ആ രീതിയിലുള്ള പെരുമാറ്റമാണെങ്കിൽ ലൈഫിൽ ബുദ്ധിമുട്ടുണ്ടാവും. ആ പേടിയാണ് അവനെ ഇപ്പോൾ ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചില്ലേ, ഈ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന പലപ്പോഴും പിന്നോട്ട് വലിക്കുന്നത്. എക്സ്ക്ലൂസീവ് സ്റ്റോറീസ് ഇതൊരു ക്ലിപ്പായിട്ടുണ്ട്, അല്ലെങ്കിൽ നീ ഒന്ന് ഇത് ഞാൻ ടൈം സ്റ്റാമ്പ് തന്നെ. കാരണം അവന് പിടിവാശിയുണ്ട്. പിടിവാശിയുണ്ട്. ആ പിടിവാശി അവൻ പറയുന്ന കാര്യങ്ങൾ അവനിഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവൻ പ്രതികരിക്കും. പക്ഷേ പുറത്തു വരുമ്പോൾ വേറൊരു മുഖം മൂടി അവൻ അണിഞ്ഞ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഫ്രോഡെന്ന് പറയാൻ പറ്റില്ല. അല്ല, ഞാൻ അതൊന്ന് വ്യക്തമാക്കിയെന്നേ ഉള്ളൂ. അല്ല പക്ഷെ എന്നാൽ അതിനൊരു പാരന്റിങ് ഉണ്ടല്ലോ. ഇപ്പം അവന് ഇത്രയും ഫ്രീഡം കൊടുക്കുക, ഇത്രയും ഇങ്ങനെ ഫ്രീ ആയി. അല്ല, എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഇത്രയും പേരുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഫ്രീഡം ഞാനാ കൊടുത്തിട്ടുള്ളത് ആയിരിക്കും ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചില കാര്യങ്ങളിൽ മാത്രമേ എനിക്ക് നിർബന്ധമുള്ളൂ. ഒന്ന്, മോഷണം നടത്തരുത്, കള്ളം പറയരുത്, അത് സഹിക്കാൻ പറ്റില്ല. പിന്നെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ സിൻസിയറായിട്ട് വളരെ ആത്മാർത്ഥതയോടുകൂടി അവരുമായിട്ട് ഇടപഴകുക, പരമാവധി സഹായിക്കാൻ പറ്റുന്ന ആൾക്കാരെ സഹായിക്കുക. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അർഹതയുള്ളവരെ മാത്രമേ നമ്മൾ സഹായിക്കാൻ പോകാവൂ. ഇല്ലെങ്കിൽ അത് അവരുടെ ഒരു അവകാശമായിട്ട് മാറും. നാളെ അത് കിട്ടാതെ വരുമ്പം ആദ്യം വിരൽ ചൂണ്ടുന്നത് അവരെ തന്നെ ആയിരിക്കും. വിമർശിക്കുന്നതും തെറി പറയുന്നതും ഏറ്റവും കൂടുതൽ പാര പണിയുന്നതും ഈ ആൾക്കാർ തന്നെയായിരിക്കും. അപ്പോൾ അർഹതയുള്ളവർക്ക് അർഹതയുള്ളത് കൊടുക്കണം. പിന്നെ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ എല്ലാ കാര്യവും എനിക്ക് തന്നെ ഉണ്ടാവണം, എല്ലാം എന്നിലേക്ക് തന്നെ വരണം, ഞാൻ മാത്രം നന്നാവണം, കിട്ടുന്നതെല്ലാം എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കണം. അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. എല്ലാം എല്ലാവർക്കും ഉള്ളതാണ്, അതെല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്ത് പോവുക. അങ്ങനെയാണ് ഞാൻ അവിടെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ അർഹതപ്പെട്ട ഒരാൾക്ക് തന്നെ കിട്ടണമെന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടൊരിക്കൽ കിറ്റൊക്കെ കൊടുത്തപ്പോൾ ഓർമ്മ ഉണ്ടായിരുന്നു. എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഒരു കിറ്റ് വാങ്ങിയിട്ടാ ഒരു വീട്ടിൽ ചെന്നപ്പോ, കിറ്റല്ല നമ്മുടെ ആടൊക്കെ കൊടുത്തിട്ട്. അതെ, ഒരു കിറ്റിലും ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ചെന്നിട്ട് വിളിച്ചു, ഓ ഇത് മാത്രമേ ഉള്ളൂ, ബാക്കി സാധനങ്ങളൊക്കെ എപ്പോ വരും? എൻ്റെ അടുത്തൊരാൾ ഫോൺ വരെ ചോദിച്ചിട്ടുണ്ട്. കിറ്റ് ഞാൻ അങ്ങനെയല്ല, നമ്മൾ ഈ 1 രൂപ കൊടുത്തിരുന്നാലും 1 കോടി കൊടുത്തിരുന്നാലും ഒരാൾക്ക് അർഹതപ്പെട്ടവർ കൊടുക്കുമ്പോൾ അതിന് ഒരേ എഫക്റ്റേ ഉള്ളൂ, അല്ലേ? അപ്പോൾ വാങ്ങുന്ന ആൾ അത് എത്രയായിരുന്നാലും സന്തോഷത്തോടെ സ്വീകരിക്കുക. ആ കൊടുക്കുന്ന മനസ്സിനെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്. അല്ലാതെ കിട്ടുന്ന അതിൻ്റെ വിലയെക്കുറിച്ചോ അല്ലെങ്കിൽ ആ ക്വാണ്ടിറ്റിയെക്കുറിച്ചോ അല്ല നമ്മൾ ആലോചിക്കേണ്ടത്. പക്ഷെ അന്ന് അത് പറഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നു. ഈ ആ പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു ഫോണ് നമ്മള് ഒരു വലിയ സംഭവമായിട്ട് ചെന്നച്ചാ, ഫോണല്ലെങ്കിൽ ഭയങ്കര സംഭവമായിട്ട് ഫോണിന്റെ അത്രയും പൈസ ഉണ്ട് ആ സംഭവത്തിന് നമ്മൾ കൊടുത്തത്. പക്ഷെ അവര് ഇത് ആടല്ലേ, ആടിന് നമ്മൾ നോക്കണ്ട, ഒരു ഫോണായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അത് ഇവൻ കൊണ്ടുവന്നാണ്. അല്ല, അതൊക്കെ സമൂഹത്തിന്റെ പരിച്ഛേദങ്ങളാണ്, ആ പരിച്ഛേദമാണ്. നമ്മൾ അതങ്ങ് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. കാര്യം ചിലപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, മനുഷ്യൻ നീഡ് ബേസ്ഡ് ആണ്, അല്ലേ? അവരുടെ ആവശ്യം ഇതല്ലായിരുന്നു. അപ്പൊ അവരുടെ ആവശ്യം എന്താണെന്ന് കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് തെറ്റിപ്പോയി എന്നേ പറയാൻ പറ്റുള്ളൂ. ഇപ്പം കാർത്തിക് വ്ളോഗറായിട്ട് നിൽക്കുകയാണ്, ഇപ്പൊ കാർത്തിക് ആങ്കറായി. ഇപ്പോഴും ആങ്കർ എന്നുള്ള രീതിയിൽ കാർത്തികിനെ എങ്ങനെയാണ് അങ്കിള് വിലയിരുത്തുന്നത്? ആങ്കർ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഈ കോമഡി പ്രോഗ്രാംസ് കാണുന്നുണ്ട്. അവതരിപ്പിക്കുന്ന ആങ്കർമാർ പല ശൈലിയിലാണ് അത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആ ശൈലിയിലുള്ള ആങ്കറിങ് വേണമെന്നുണ്ടെങ്കിൽ ഇവൻ്റെ ആവശ്യമില്ല. അപ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരു ശൈലിയാണ് ഇവൻ്റേത്. ഇതിനെ ഇമിറ്റേറ്റ് ചെയ്ത് വരാം സാധ്യതയുണ്ട്. പക്ഷേ ഇതുവരെ ഞാൻ പല പ്രോഗ്രാം കണ്ടതിൽ ഇവൻ്റെ ആങ്കറിങ് എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമാണത്, യുണീക്കാണ്. കാര്യം മറ്റുള്ളവരുടെ കോപ്പി അടിയില്ല. പ്രധാന കാരണം എന്താണ്? നിങ്ങളാരും TV കാണാറില്ല.
അതുകൊണ്ട് ആങ്കേഴ്സ് എങ്ങനെയാണ് പെരുമാറുന്നത് നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് നിങ്ങൾ ആങ്കർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒറിജിനലാണ് പുറത്തു വരുന്നത്. അതിൽ ഒരു അസ്വാഭാവികതയില്ല, ക്വൈറ്റ് നാച്ചുറലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. തീർച്ചയായിട്ടും. കാര്യം അവൻ ചെയ്യുന്ന ജോബിൽ അവന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പിന്നെ പിന്തിരിഞ്ഞിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ വിമർശനങ്ങളുണ്ടാവും, അത് ഏത് കാര്യത്തിലും ഉണ്ടാവുമല്ലോ മോനെ, വിമർശനങ്ങൾ ഉണ്ടാവും. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നമ്മളൊരു കാര്യം അവതരിപ്പിക്കുമ്പോൾ പബ്ലിക്കായിട്ട് വരുന്ന ആൾക്കാർക്ക് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു കാര്യവും ചെയ്യാൻ സാധിക്കില്ല. അതിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, ഒരു നിഷ് ഇവനെ സപ്പോർട്ട് ചെയ്യും, കുറേ പേര് പറയും ഇങ്ങനെയല്ല അങ്ങനെ ചെയ്യണമെന്ന് പറയും. അപ്പോൾ ഇങ്ങനെയല്ല അങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോൾ ഇവൻ്റെ വ്യക്തിത്വം അവിടെ ഇല്ലാതാവുകയല്ലേ, വേറൊരാളായിട്ട് മാറുകയല്ലേ. അപ്പോൾ അതില്ലാതെ പോകണം, അവനവൻ്റേതായ ഇൻഡിവിജ്വാലിറ്റി കാണിക്കണം. അത് നാട്ടുകാർക്ക് സഹിക്കുന്ന രീതിയിലായിരിക്കണം എന്നുള്ള അഭിപ്രായം മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ ഈ പാരന്റിങ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവം. തീർച്ചയായിട്ടും. ഇപ്പം ഫ്രീഡം ടു ചൂസ് അത് പല ആൾക്കാർക്കും കിട്ടാറില്ല. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് അങ്കിൾ പറയുന്നത്? പാരന്റിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ വളരെ ബൃഹത്തായ ഒരു സംവിധാനമാണ്. കാരണം ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണം പാരന്റിങ്ങിലൂടെയാണ് പ്രകടമാകുന്നത്. പേരൻസിൻ്റെ ആഗ്രഹങ്ങൾ ഒരിക്കലും കുട്ടികൾ അടിച്ചേൽപ്പിക്കരുത്. ഓരോ കുട്ടിക്കും അവനവൻ്റേതായ കഴിവുണ്ട്. ആ കഴിവനുസരിച്ച് അവനെ പ്രോത്സാഹിപ്പിക്കുക, അവന് വേണ്ട സപ്പോർട്ട് കൊടുക്കുക. അല്ലാതെ പേരൻസിൻ്റെ ആഗ്രഹങ്ങൾ ഒരിക്കലും കുട്ടിയിൽ അടിച്ചേൽപ്പിക്കരുത്. മറ്റു കുട്ടികളുമായിട്ട് ഈ കുട്ടിയെ കമ്പയർ ചെയ്യരുത്. കമ്പയർ ചെയ്യുമ്പോഴാണല്ലോ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകുന്നത്, കുറവും കൂടുതലും കാണുന്നത്. അതുകൊണ്ട് കമ്പയർ ചെയ്യാതിരിക്കുക. അവൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിച്ച് അവനെ മുന്നോട്ട് കൊണ്ടുവരിക. അതാണ് ചെയ്യേണ്ടത്. പേരൻറ്റിങ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് അത് തന്നെയാണ്. അല്ലാതെ രാവിലെ ഒരു റൊട്ടീൻ ഈ രീതിയിലൊക്കെ ചെയ്യും. ഞാനും പലപ്പോഴും റുട്ടീൻ ക്ലിയർ ആക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ അലസത വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് റുട്ടീൻ ക്ലിയർ ആക്കണമെന്ന് പറയുന്നത്, അല്ലാതെ അടിച്ചേൽപ്പിക്കലല്ല. ഈ അലസത വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ചെയ്യാം, പിന്നീട് ചെയ്യാം, കുറച്ച് കഴിഞ്ഞ് ചെയ്യാം, എപ്പോൾ ചേർന്നാലും കാര്യം നടന്നാൽ പോരെ എന്നുള്ളത് അങ്ങനെയല്ല. കുറച്ച് കാര്യങ്ങൾ നമ്മൾ കുറച്ച് സുവ്യക്തമായിട്ട് ചെയ്യണം, കുറച്ച് ഓർഗനൈസ്ഡ് ആയിരിക്കണം. എല്ലാം ഇങ്ങനെ ഉഴപ്പ് ശൈലിയിൽ കൊണ്ടുപോയാൽ ശരിയാവില്ലല്ലോ. അത് എല്ലാം ഉഴപ്പിക്കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എനിക്ക് വല്ലാതെ കൊള്ളുന്നു. അപ്പോൾ അവിടെയൊക്കെ ശരിക്കും പാരൻറ്റിങ് എന്ന് ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ശരിയായ മാർഗനിർദ്ദേശങ്ങൾ നൽകുക, കുട്ടിയുടെ കഴിവിനെ മനസ്സിലാക്കിക്കൊണ്ട്. അങ്കിളിൻ്റെ അച്ഛൻ ഇതുണ്ടല്ലോ, എങ്ങനെയായിരുന്നു അച്ഛൻ്റെ എന്നുള്ളൊരു പാരൻറ്റിങ് എങ്ങനെയായിരുന്നു? സപ്പോർട്ടീവ് അല്ല, അങ്ങനെ അച്ഛൻ വളരെ സപ്പോർട്ടീവ് ഒന്നും അല്ലായിരുന്നു. പഠിക്കാനും അതിനൊക്കെ പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കിത്തരും എന്നുള്ളതിൽ കവിഞ്ഞ് പിന്നെ പഠിക്കുന്നതിന് വേണ്ടിയുള്ള സപ്പോർട്ടൊന്നുമില്ല. നമ്മൾ തന്നെ കണ്ടെത്തണം. വളർന്നു വന്നപ്പോൾ ഫൈനാൻഷ്യലി ഒക്കെ എങ്ങനെയായിരുന്നു? വളർന്നു ഫൈനാൻഷ്യലി വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർക്ക് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നത്. അങ്ങനെയല്ല, റെസ്ട്രിക്ഷൻ ആ കാലഘട്ടത്തിൽ ഏത് ഫാമിലി എടുത്തു നോക്കിയിരുന്ന ഇതൊക്കെ തന്നെ ആയിരുന്നു അവസ്ഥ. അല്ല, എന്നാലും അങ്കിളിന് ഈ ആ സമയത്തൊക്കെ പലപ്പോഴും ഈ വഴിതെറ്റി പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പക്ഷെ അങ്കിളിന് എപ്പോഴാണ് ഈ എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായത്? മോനെ, വഴിതെറ്റി പോവുക എന്ന് പറയുന്നത് അത് വളർത്തുന്ന രീതി അനുസരിച്ചാണ്. നിങ്ങൾക്ക് അമിതമായ ലാളന, അമിതമായ സ്വാതന്ത്ര്യം, നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം നിവർത്തി തരും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ സമൂഹത്തിനോട് യാതൊരു ബാധ്യതയും കാണില്ല. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ വളരെയധികം സെൽഫിഷായിട്ട് മാറും. എല്ലാം ഞങ്ങൾ തന്നെ സ്വായത്തമാക്കണം, എല്ലാം ഞങ്ങൾക്ക് തന്നെ ഉണ്ടാവണം, ഞങ്ങൾ വളർന്നു വരണം. അങ്ങനെയുള്ള ചിന്താഗതി ഉള്ളവർ വരുമ്പോഴാണ് ഈ സമൂഹത്തിൽ തന്നെ വളരെയധികം ദുര്യോഗം ഉണ്ടാകുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ? എല്ലാം എനിക്ക് തന്നെ. ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ഞാൻ പണക്കാരനാവണം, എൻ്റെ മക്കൾ പണക്കാരനാവണം, അവൻ്റെ കുഞ്ഞുങ്ങൾ പണക്കാരനാവണം എന്നുള്ളത്. അങ്ങനെയല്ല. നമ്മുടെ ചിന്താഗതി എല്ലാവരും നന്നാവണം, ഒരാളല്ല. പരിമിതമായ റിസോഴ്സസ് ഉള്ളവരും കൂടുതൽ റിസോഴ്സസ് ഉള്ളവരും എല്ലാവരും നന്നാവണം. ആ രീതിയിലായിരിക്കണം കുട്ടികളെ വളർത്തിയെടുക്കേണ്ടത്. അങ്കിളിന് പക്ഷേ പരിമിതമായ റിസോഴ്സസ് ആണല്ലോ അന്നുണ്ടായിരുന്നു. എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് അങ്കിളുടെ ഫാമിലി തന്നെ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്. അച്ഛാ, ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ കേട്ടിട്ടുണ്ട്, അമ്മച്ചി പറഞ്ഞതാണ്. പണ്ട് വളർന്നു വന്നുകൊണ്ടിരുന്ന പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അച്ഛനെ ഒരു മെക്കാനിക് ആക്കണം,
കൊച്ചച്ഛന് അങ്ങനെ എന്തോ ഒരു ജോലി, വല്യച്ഛന് അതുപോലെ എന്തോ ഒരു ജോലിയിലാക്കണം എന്നുള്ളൊരിതായിരുന്നു. പക്ഷെ ഇവര് പഠിച്ച് സ്വന്തം നിലയിൽ മോനെ അത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സെൽഫ് മെയ്ഡാണ്. ഞങ്ങൾ ഗോഡ് ഫാദേഴ്സ് ഒന്നുമില്ല. എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അച്ഛൻ്റെ അച്ഛൻ ഈ വലിയ പണക്കാരനായിരുന്നു. കഴക്കൂട്ടം മുതൽ അഴൂര് വരെയുള്ള 18 കള്ള് ഷാപ്പിൻ്റെ ഉടമയായിരുന്നു. അതിൽ ഒരെണ്ണം ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ. അത് ശങ്കരൻ കോൺട്രാക്ടർ എന്നാണ് പേര് പുള്ളി. പക്ഷേ അച്ഛനെന്ന് പറയുമ്പം പരിപൂർണമായ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടങ്ങ്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കയ്യിലിരുന്ന കാശുമൊക്കെ പാർട്ടിക്ക് വേണ്ടി ചിലവഴിക്കുകയും അന്ന് അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കാട്ടായിക്കുളം ശ്രീധർ, കഴക്കൂട്ടം ശ്രീധര പണിക്കർ, അച്ഛൻ്റെ വലിയച്ഛൻ, പിന്നെ കാട്ടായിക്കുളം സദാനന്ദൻ, ഇവരെല്ലാം ആ ഒരു ടീമിൽ. അന്ന് എംപിച്ചി ബാബ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വന്ന് ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് അന്ന് സിഗരറ്റ് കൂടിൻ്റെ അകത്തുള്ള നാക്കുണ്ടല്ലോ, അതിനകത്ത് എഴുതിയാണ് ആൾക്കാരെ ട്രാൻസ്പോർട്ടിൽ അപ്പോയിൻ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്നത്തെ കാലഘട്ടം. അന്ന് അച്ഛന് ഒരു ജോബ് കൊടുക്കാമെന്ന് പറഞ്ഞു. വേണ്ടാന്ന് പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് എനിക്ക് ഈ പാർട്ടി പ്രവർത്തനത്തിലൂടെയുള്ള ജോബൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ മുന്നോട്ട് പോയി. എന്നാൽ അന്ന് ഈ കള്ള് ഷാപ്പ് നേരാമണം നടത്തിയിരുന്നുവെങ്കിൽ നമ്മൾ വേറെ ലെവലായി പോയത്. അത് വേറെ ഏതെങ്കിലും ലെവലായി പോയി. ഇങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞു, പ്രീ ഡിഗ്രിക്ക് ചേർന്നു. പ്രീ ഡിഗ്രി കഴിഞ്ഞ് എന്നപ്പോൾ പറഞ്ഞ് വിചാരിച്ചു ഞങ്ങൾ എന്തായാലും ഡിഗ്രിക്ക് ചേരാം. ആരും പറഞ്ഞ് അങ്ങനെ ഗൈഡ് ചെയ്യാനൊന്നും ആരും ഇല്ലായിരുന്നു. പ്രീ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഡിഗ്രിക്ക് ചേർന്നു. ഞാൻ ഫിസിക്സ് എടുത്തു. ചേട്ടന് ഞാനും 1 വയസ്സിന് ഡിഫറൻസാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചു വന്നത്. ചേട്ടൻ സെയിൻറ്റ് മേരീസ് സ്കൂളിലും ഞാൻ ചെമ്പഴന്തി SNGHSലാണ് പഠിച്ചു വന്നത്. അപ്പോൾ ഞങ്ങളുടെ ഒരുമിച്ച് കോളേജിൽ ചേർന്നു. സുവോളജി എടുത്തു. അത് ഞങ്ങളൊക്കെ 3 വയസ്സിന് ഇളയതാണ്. ഞാൻ ഫിസിക്സ് ആയിരുന്നു. അന്ന് ചെമ്പഴന്തി SM കോളേജിൻ്റെ റിസൾട്ട്സ് എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. ആകെ 2 or 3 പേരൊക്കെയാണ് ഡിഗ്രിയൊക്കെ ജയിക്കുന്നത്. കാരണം ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ആരും തയ്യാറാവില്ല. പിന്നെ പലരും ജയിക്കാറില്ല. ബാക്ക് പേപ്പേഴ്സൊക്കെ ഉണ്ടാകും. അന്ന് എനിക്ക് മാത്രമാണ് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. ആകെ 5 പേര് ജയിച്ചു. അതിലെനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. അങ്ങനെ ജയിച്ച് റിസൾട്ട് അവൈറ്റ് ചെയ്യുന്ന സമയത്താണ് എഞ്ചിനീയറിംഗ് വരുന്നത്. അതിൽ ക്വാളിഫൈ ചെയ്ത് ടെസ്റ്റിൽ ക്വാളിഫൈ ചെയ്ത് പോവുകയും ചെയ്യും. എൻട്രൻസിൽ ക്വാളിഫൈ ചെയ്ത് പോകും. അച്ഛൻ പണ്ട് ഭയങ്കര കലിപ്പനാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കലിപ്പായിരുന്നു. പിന്നെ അത് ശരിക്കും ഒരു ഡിഗ്രി എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോഴും അടിപൊളി ഗുസ്തി കേസും ഒക്കെ വഴക്കൊക്കെ ഉണ്ടായിരുന്നു. അത് പൊളിറ്റിക്സാണ്, മറ്റൊന്നുമല്ല. പിന്നെ എങ്ങനെ അച്ഛൻ ഇപ്പോഴും ദേശക്കാരനാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും? അല്ല, ദേശമൊക്കെ വരും. ദേശം പ്രകടിപ്പിക്കേണ്ടത് ദേശം പ്രകടിപ്പിക്കാനേ ചെയ്യും. അതിൽ പ്രത്യേകിച്ച് കോംപ്രമൈസ് ഒന്നും ചെയ്യില്ല. അല്ലെങ്കിൽ മറ്റേ ഈ ഇപ്പം ശ്രീകാന്ത് ചോദിച്ച പോലെ ഈ അങ്കിളിന്റെ അച്ഛന്റെ പാരന്റിങ്, അങ്കിളിന്റെ പാരന്റിങ്, അതിനുശേഷം ഇപ്പം കാർത്തിക്കിന് ഒരു കുട്ടി ഉണ്ടാവണമെങ്കിൽ അവൻ എന്ത് പാരന്റിങ് ടിപ്പായിരിക്കും? അല്ല, ആ കാലഘട്ടത്തിനനുസരിച്ച് അവൻ കാര്യങ്ങൾ മുന്നോട്ട് നീക്കണം. കാലഘട്ടം അനുസരിച്ച് ഇപ്പം എൻ്റെ അച്ഛൻ എന്നെ പാരന്റിങ് നടത്തിയ കാലഘട്ടമല്ലല്ലോ ഞാൻ ഇവനെ പാരന്റിങ് നടത്തിയത്. അത് വ്യത്യാസമാണല്ലോ. അപ്പോൾ ഈ ജനറേഷൻ, നിങ്ങളുടെ ജനറേഷൻ വരുമ്പോൾ പാരന്റിങ്ങിൽ വ്യത്യാസം വരും. കാര്യം അന്ന് കുറച്ചുകൂടി സംവിധാനങ്ങൾ കൂടുതലായിരിക്കുമല്ലോ. നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുട്ടികൾ, ആ സംവിധാനങ്ങൾ വളരെയധികം അഡ്വാൻസ്ഡ് ആയിരിക്കും. കാരണം ഞങ്ങൾ തുടങ്ങി വെച്ച കണ്ടുപിടുത്തങ്ങളാണ് നിങ്ങളിപ്പോൾ എൻജോയ് ചെയ്യുന്നത്. നിങ്ങൾ ആഡ് ചെയ്ത് ഇപ്പോൾ ഈ കണ്ടീഷനിലായതേ ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങളുടെ കുട്ടികൾ വരുമ്പോൾ നിങ്ങളുടെ കണ്ടുപിടുത്തങ്ങളാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമായി വരുന്നത്. എന്നാലും ബി റെസ്പോൺസിബിൾ എന്ന് പറഞ്ഞു. അതെ എന്ന് പറയാം. അയ്യോ എനിക്ക് ഇതൊക്കെ പറഞ്ഞാലും ഇപ്പോഴും ടെൻഷൻ തന്നെയാണ് കേട്ടോ. അച്ഛൻ കല്യാണം എന്ന് പറയുമ്പോഴേ ഈ വേണ്ടെന്ന് പറയുന്നതിൻ്റെ ഒരു മെയിൻ കാരണം അത് തന്നെയാണ്. അങ്ങനെ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ വംശവർദ്ധനം ഉണ്ടാവില്ലല്ലോ. എല്ലാവരും ഇങ്ങനെ വേറെ ആരും ടെൻഷൻ അടിക്കും, ഞാൻ മാത്രം ടെൻഷൻ അടിച്ചു. കെട്ടിപ്പോകുമ്പോ നീ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ നിനക്ക് ഇത് അല്ല, അത് വേറെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ കൂടെയുള്ളവരെല്ലാരും കല്യാണം കഴിഞ്ഞ് അവർ കുഞ്ഞുങ്ങളുമായിട്ട് ജീവിക്കുമ്പോൾ ഒറ്റത്തടിയായിട്ട് ഒരു മനുഷ്യൻ നടക്കുകയാണെങ്കിൽ അവൻ എന്തോ കുഴപ്പമുണ്ടെന്ന് സമൂഹം ചിന്തിക്കും. പിന്നെ അവനെ പെണ്ണെ കിട്ടില്ല. അടിപൊളി. അതല്ല, കൂട്ടുകാരൊക്കെ കെട്ടിക്കഴിയുമ്പോഴേ കൂട്ടുകാർ വേറെ കുറച്ച് ഇതൊക്കെ കാണുമല്ലോ. അപ്പോഴും അവർക്ക് ഒരു ഒറ്റപ്പെടലായിരിക്കൂല. അപ്പോഴൊരു കല്യാണമൊക്കെ വേണ്ടേ.
നീ ഒറ്റപ്പെടുത്തോ? കല്യാണം ഓ ഞാൻ ഇവൻ കല്യാണം കഴിക്കാൻ അവൻ പറഞ്ഞു. നീ മറ്റേ വ്ളോഗ് എടുക്കാൻ വീട്ടിൽ നിന്ന് മനസ്സമാധാനായിട്ട് ഭാര്യയായി ഇരിക്കാൻ സമ്മതിക്കും. അത് ശരി തന്നെയാണ്. കാര്യം ഒരു ഫാമിലി ആയി കഴിഞ്ഞാൽ പിന്നെ ഈ ഞാൻ പലപ്പോഴും എൻ്റെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കുടുംബങ്ങളായി കഴിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ പ്രൈവസിയെ കയറി പി ചെയ്യരുത്. പിന്നെ അച്ഛൻ പറഞ്ഞില്ലേ ഒരു സെൽഫിഷ് ആണെന്നുള്ളൊരു കാര്യം, അത് എൻ്റെ കാര്യത്തിലടാ പേഴ്സണൽ കാര്യങ്ങളുണ്ടല്ലോ അതിൽ മാത്രമേ ഞാൻ സെൽഫിഷ് ആയിട്ടുള്ളൂ. ബാക്കി വേറെന്തൊരു കാര്യത്തിലാണെങ്കിലും പുറത്തോട്ടുള്ളതാണെങ്കിലും എന്തായാലും എനിക്ക് അതിലൊന്നും ഒരു സെൽഫിഷ്നെസ് ആയിട്ട് അങ്ങനെ അച്ഛന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. അവൻ സെൽഫിഷ് ആണെന്ന് തോന്നിയിട്ടില്ല. പിന്നെ അവൻ്റേതായ ചില കാര്യങ്ങളൊന്നും അവൻ പറഞ്ഞില്ലേ, ഈ പൊട്ടിപ്പൊളിഞ്ഞ കുറേ പ്രേമങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കാര്യത്തിൽ അവൻ സെൽഫിഷ് ആയിട്ടുണ്ട്. അത് ദയനീയമായി പൊളിഞ്ഞടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് ഡിപ്രഷൻ അടിച്ച് കിടക്കുമ്പോൾ ഞാനും അവൻ്റെ അമ്മയും പറയും 2 ദിവസം കഴിയുമ്പോൾ എണീറ്റ് അങ്ങ് പൊക്കോളെന്ന് പറയും. 2 ദിവസമല്ല, കുറച്ച് സമയം എടുക്കും. അയ്യോ. പിന്നെ എന്തെങ്കിലും ഒരു കാര്യം വെച്ചാൽ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ചെയ്ത് തീർക്കുന്നവരെ എനിക്കൊരു സമാധാനം കാണൂല. അല്ല, അത് നല്ലൊരു സ്വഭാവമാണെന്നേ. നമ്മൾ ഒരു ടാസ്ക് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് പൂർണ്ണതയിൽ കൊണ്ടെത്തിക്കണം, പകുതി വഴി കിട്ടിട്ട് പോകരുത്. അത് എന്ത് ബുദ്ധിമുട്ട്. അത് പക്ഷേ ടെൻഷൻ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റില്ല. നമുക്ക് എപ്പോഴും കാര്യങ്ങൾ ഈസി ആയിട്ട് ചെയ്യുന്നതല്ലേ. ടെൻഷൻ അടിച്ച് ചെയ്യുന്നതിനേക്കാൾ വളരെ കൂളായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ല റിസൾട്ട്സ് കിട്ടും. ടെൻഷൻ അടിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട്സ് കിട്ടില്ല, ആക്യുറസി കുറയും. ഇനി എന്താണ് അങ്കിളുടെ പ്ലാൻ? ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ഇനിയിപ്പോൾ അടുത്ത് 60 വയസ്സാകാൻ പോകുന്നു. 60 വയസ്സിന്റെ സെലിബ്രേഷൻസ് അങ്ങനെ അതിലൊന്നും എനിക്ക് അതിലൊന്നും എനിക്ക് യാതൊരു താല്പര്യവുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ആഘോഷങ്ങളൊക്കെ നല്ലതല്ലേ, മനസ്സിന് സന്തോഷം കൊടുക്കുന്ന കാര്യങ്ങളല്ലേ. ഇഷ്ടമുള്ളവരുമായിട്ട് ആ ഒരു ആഘോഷം നടത്തി അതിൽ നമ്മുടെ സ്നേഹം ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണത്. അതൊക്കെ നല്ലത് തന്നെയാണ്. ഇപ്പൊ അങ്ങനെ ആരും സെലിബ്രേറ്റ് ചെയ്യില്ല. പഴയ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന സംഗതിയുണ്ട്. പഴയ കാലഘട്ടത്തിൽ ബന്ധങ്ങൾ ദൃഢമാണ്. ചേച്ചി, അനിയത്തി, കൂട്ടുകുടുംബമൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ബന്ധങ്ങൾ വളരെയധികം ദൃഢമായിരിക്കും. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. എല്ലാം ഒരു ഏകാംഗ കുടുംബം പോലെയല്ലേ, പെട്ടെന്നൊരു ന്യൂക്ലിയർ ഫാമിലി ആയിട്ട് അങ്ങ് മാറിക്കൊണ്ടിരിക്കുകയാണത്. അപ്പോൾ അവർക്ക് അവരവരുടെ പ്രശ്നങ്ങൾ എപ്പോഴും അവർക്ക് പ്രശ്നങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഭാര്യയും ഭർത്താവും ഒരു കുഞ്ഞും മാത്രമേ ഉള്ളൂവെങ്കിൽ അവർക്ക് പ്രശ്നമാണ്. ഫാമിലി ഉണ്ടെങ്കിലും പ്രശ്നമാണ്. മറ്റുള്ള കുടുംബത്തിൽ അംഗങ്ങളുണ്ടെങ്കിലും അവർക്ക് പ്രശ്നമാണ്. പക്ഷേ ഇതെല്ലാം തരണം ചെയ്തു പോയി എല്ലാവരും ഒത്തൊരുമയോടുകൂടി സ്നേഹത്തോடு പോകുമ്പോൾ അതിൻ്റെ സന്തോഷമൊന്നും വേറെ തന്നെ. ഒരു ശുഷ്കിച്ച ജീവിതം മാത്രമല്ലേ നമുക്കുള്ളൂ. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, നമ്മൾ എത്ര മണിക്കൂറാണ് ഒരു 60 അല്ലെങ്കിൽ 70 വയസ്സായ ഒരു മനുഷ്യൻ്റെ ആ ടോട്ടൽ ലൈഫ് സ്പാൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്ര മണിക്കൂറാണ് അവൻ ജീവിക്കുന്നത്, എത്ര മണിക്കൂർ നമ്മൾ ഉറങ്ങും, എത്ര മണിക്കൂർ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യും. ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾ പഠിച്ച ടൈം മാനേജ്മെൻറ്റൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തുമാത്രം സമയം നമ്മൾ വേസ്റ്റ് ആക്കുന്നുണ്ട് എന്ന് കരുതി സമയം മുഴുവൻ യൂട്ടിലൈസ് ചെയ്യുന്നത് പക്കാ മണ്ടത്തരമെന്നല്ലേ പറയാൻ പറ്റൂ. കാര്യം ഇതിൻ്റെ അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അൾട്ടിമേറ്റ് എന്താണ്? ജനിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മൾ മരിക്കും. ജീവിക്കുക, മരിക്കുക, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാത്ത രീതിയിൽ സന്തോഷകരമായി മുന്നോട്ട് പോവുക, അതല്ലേ ഏറ്റവും ഉത്തമമായ കാര്യം. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ സന്തോഷത്തിനേക്കാൾ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഒരു മീനിങ് ഫുൾ ലൈഫ് ഉണ്ടാക്കുക. മോനെ, മീനിങ് ഫുൾ ലൈഫ് എന്ന് പറഞ്ഞാൽ മോൻ എന്താണ് ഉദ്ദേശിച്ചത്? എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ജനിക്കുമ്പോൾ ഒരു പർപ്പസ് ഒന്നും ഇല്ലാതെയാണ് നമ്മൾ. അതെ. പക്ഷേ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്കത് നമ്മുടെ സഫറിങ് ആയിക്കോട്ടെ, പെയിൻ ആയിക്കോട്ടെ, അതൊക്കെ ആയിക്കോട്ടെ, പക്ഷെ അതിനൊരു മീനിങ് നമ്മൾ വേണം. മോനെ, ഈ ലോകത്ത് ജനിക്കുന്ന മനുഷ്യൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും മീനിങ്ങുണ്ട്. ആ മീനിങ്ങിൽ നമുക്ക് വളരെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന മീനിങ് ആണെങ്കിൽ അതിന് നല്ലതെന്നും അഫോർഡ് ചെയ്യാൻ പറ്റാത്തതിന് മീനിങ്ലെസ് ആണെന്നും പറയുന്നതിൽ യാതൊരു അർത്ഥം ഒരടിസ്ഥാനമില്ല. ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യനും മീനിങ് ഫുൾ ആയിട്ടുള്ള ജീവിതം തന്നെയാണ് നയിക്കുന്നത്. പക്ഷേ അത് ഓരോരുത്തരുടെ പെർസെപ്ഷനാണ്. ആ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോഴാണ് അത് കൊള്ളാം, ഇത് നന്നായിരിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നത്. അൾട്ടിമേറ്റ് ഒരു ആ വ്യക്തിയുടെ ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു പരാജയമായിരിക്കാം, വ്യക്തി ജീവിതത്തിൽ പരാജയമായിരിക്കാം, സമൂഹത്തിന് വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ സ്വന്തം വ്യക്തിത്വവും വ്യക്തി ജീവിതവും കളഞ്ഞു കുളിച്ചുകൊണ്ട് സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ആ മനുഷ്യൻ വളരെയധികം മീനിങ് ഫുൾ ആയിട്ടുള്ള ലൈഫ് നയിച്ചെന്ന് പറയാൻ പറ്റുമോ?
ഇപ്പോൾ ഫാമിലി ആയിട്ട് നന്നായി പോകുന്ന, ഇപ്പൊ ഞാൻ പറഞ്ഞ സാമൂഹികമായിട്ട് തന്നെ മാത്രമൊന്നുമല്ല, ഇപ്പൊ ഫാമിലി ആയിട്ട് നന്നായി പോകുന്ന ആൾക്കാരും കുഴപ്പമൊന്നുമില്ല, അതും ഒരു മീനിങ് ഫുൾ ലൈഫ് തന്നെയാണ്. പക്ഷെ ഇപ്പൊ സമൂഹത്തിന് ദ്രോഹമായിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, അതൊക്കെ ഒരു മീനിങ് ഇല്ലാത്ത ഇതല്ലേ മോനെ. സമൂഹത്തിന് നല്ല എപ്പോഴും നമുക്കൊരു പ്രോഗ്രസീവ് മൈൻഡല്ലേ ഉള്ളത് അല്ലേ? സമൂഹം പുരോഗതി പ്രാപിക്കണം. സമൂഹത്തിൻ്റെ പുരോഗതി എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ല, ചിലവരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ സൈക്കോട്ടിക് ആയിട്ടുള്ള ആൾക്കാരാണ്, അവർക്ക് അങ്ങനത്തെ ചില കാര്യങ്ങളിലായിരിക്കും സന്തോഷങ്ങൾ കണ്ടെത്തുന്നത്. അപ്പോൾ അത് ഒരു റോങ് ടൈപ്പ് ഓഫ്. മോനെ, ഞാൻ നേരത്തെ ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ജീവിക്കുമ്പോൾ സമൂഹത്തിലുള്ള മറ്റുള്ളവർക്ക് ദോഷം വരാത്ത രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സമൂഹം നന്നായിട്ട് പോകും. അതില്ലാതെ വരുമ്പോഴാണല്ലോ ക്ലാഷ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരാളുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ച് മറ്റൊരു വിശ്വാസം തെറ്റാണെന്ന് പറയുമ്പോഴാണല്ലോ ഇഷ്യൂസ് ഉണ്ടാകുന്നത്. പക്ഷേ എല്ലാ വിശ്വാസങ്ങളെയും നമുക്ക് ബഹുമാനിക്കാൻ സാധിക്കുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ ഇഷ്യൂസ് ഉണ്ടോ? ഇല്ല. അതില്ലാതെ വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇൻടോളറൻസ്, അസഹിഷ്ണുതയാണ് പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. അതുകൊണ്ട് ഒരിക്കലും അസഹിഷ്ണുതരാവാതിരിക്കാൻ പരിശ്രമിക്കുക. ഇപ്പോൾ ഇൻടോളറൻസ് കൂടുതലാണെന്ന് തോന്നുന്നുണ്ടോ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ? ഈ കാലഘട്ടത്തെക്കുറിച്ച് പറയാതിരിക്കുകയല്ലേ മോനെ നല്ലത്. എന്തൊക്കെയോ മനസ്സിലായി. ഇത് റിപ്പീറ്റ് അടിച്ച് കേൾക്കുമ്പോ കറക്റ്റ് ആയിട്ട് രാത്രികളെന്ന് ഓർക്കണം. ഇപ്പൊ മണി ഇത്ര 2 ആയടാ, 2:30 മണിയായി. ഇപ്പൊ രാവിലെ 2:30 മണിക്കാണ്. കാണണം കേസ്, നമ്മൾ എന്തുമാത്രം എഫേർട്ട് എടുത്താണ് നിങ്ങൾക്ക് വേണ്ടി ഈ എപ്പിസോഡ് ഉറക്കമില്ലാതെ ഷൂട്ട് ചെയ്യണം. അതല്ല, നമുക്ക് ഇപ്പോൾ ചതുര വടിവിൽ ആലങ്കാരിക ഭാഷയിൽ സംസാരിക്കാനൊക്കെ നമുക്കൊക്കെ സാധിക്കും. പക്ഷെ അതിനൊരു ലൈഫ് ഉണ്ടാവില്ല. അത് നമ്മളല്ല. നമ്മൾ വേറെ ആരെയോ ഇമിറ്റേറ്റ് ചെയ്യുന്നു, വേറെ ആർക്കോ വേണ്ടി സംസാരിക്കുന്നു, വേറെ ആരോ പ്രീതിപ്പെടുത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നു. അത് വേണ്ട. ഉള്ളതുപോലെ പോകട്ടെ. അതിലിഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടട്ടെ, ഇഷ്ടപ്പെടാത്തവർ ഇപ്പോൾ നമുക്കിപ്പോൾ ദാസൻ്റെയോ അല്ലെങ്കിൽ ശ്രീകാന്തിൻ്റെയോ വിനുവിൻ്റെയോ കാർത്തിക്കിൻ്റെയോ ഉല്ലാസിൻ്റെയോ പേഴ്സണാലിറ്റി ആയിരിക്കില്ല ചിലപ്പോൾ എനിക്ക്. അപ്പോൾ നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് നോക്കിക്കാണുന്നത് പല കോണുകളിൽ നിന്നായിരിക്കും. അപ്പോൾ പല അഭിപ്രായങ്ങളുണ്ടാവാം. അതിൽ നമുക്കിഷ്ടപ്പെടുന്നതും പ്രോഗ്രസീവായിട്ടുള്ളതിന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം, ഇല്ലാത്തതിന് നമുക്ക് റിജക്റ്റ് ചെയ്യാം. ഒരു പൊളിറ്റിക്കൽ റെസ്പെക്ട് അങ്ങോട്ടും കൊടുക്കുക. നമുക്ക് എപ്പോഴും ചെയ്യേണ്ടുന്ന ഒരു വിൻ വിൻ സ്ട്രാറ്റജിയാണ് വേണ്ടത് നമുക്ക്. ഒരാൾ തോറ്റ് ഒരാൾ ജയിക്കരുത്, രണ്ടുപേരും ജയിക്കണം. അങ്ങനെ വിൻ വിൻ സ്ട്രാറ്റജി അപ്ലൈ ചെയ്തുകൊണ്ട് ജീവിച്ചു നോക്ക്, നമുക്ക് വലിയ പരാജയം. പക്ഷേ കള്ളനാണയങ്ങൾ തിരിച്ചറിയാനുള്ളൊരു മനസ്സും കൂടെ നമുക്കുണ്ടാവണം. നമ്മുടെ മറ്റുള്ളവർ യൂട്ടിലൈസ് ചെയ്യുന്നു എന്ന് നമുക്ക് എപ്പോൾ ഫീൽ ചെയ്യുന്നുവോ ആ സ്ഥലത്തേക്ക് പിന്നെ പോകാതിരിക്കുക. അതാണ് ഏറ്റവും പ്രധാനമായിട്ട്. അത് ജീവിതത്തിലായിരുന്നാലും പിന്നെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നാൽ പോലും എൻ്റർ ചെയ്യിപ്പിക്കാതിരിക്കുക. ഫാമിലിയിലെ പ്രശ്നങ്ങൾ അവർ തന്നെ സോൾവ് ചെയ്യാൻ പരമാവധി പരിശ്രമിക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി ശരിയായ രീതിയിൽ ഉപദേശിക്കാൻ കഴിവുള്ളവരടുത്ത് മാത്രം പോവുക, അല്ലാത്തവരെ ഇഗ്നോർ ചെയ്യുക. വ്ളോഗും കൊണ്ട് വരല്ലോ. വ്ളോഗ് എന്നെ കൊണ്ട് ഇവിടെ പേഴ്സണൽ ലൈഫിൽ ഇന്ന് വരെ വ്ളോഗ് വന്നിട്ടുണ്ട്. അല്ല എടാ, ഇത് നീ ഇത് പറയുമ്പോഴത്തേക്കും കേട്ടോണ്ടിരിക്കും വിനു പറഞ്ഞത് വളരെ ശരിയാണ്. ഉപദേശങ്ങൾ കൊടുക്കാനൊക്കെ വളരെ എളുപ്പമാണ്. പ്രാവർത്തികമാക്കാൻ വലിയ പ്രയാസമാണ്. ഉപദേശിക്കാം, എല്ലാവർക്കും ഉപദേശിക്കാം, മാറി നിന്ന് ആരെ വേണോ ഉപദേശിക്കാം. അതുകൊണ്ട് കാര്യമില്ലല്ലോ. പക്ഷെ കാര്യങ്ങൾ എങ്ങനെ മറ്റുള്ളവർക്ക് ദോഷം വരാത്ത രീതിയിൽ പ്രാവർത്തികമാക്കാം എന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ടത്. അങ്ങനെ ചിന്തിക്കുന്ന എത്ര പേരുണ്ട്? വളരെ കുറവാണ്. ഈ നമ്മുടെ ഈ പോഡ്കാസ്റ്റ് തുടങ്ങിയതിന് ശേഷം വെച്ചാൽ നമ്മളിപ്പോൾ സംസാരിക്കുന്ന കാര്യത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ ഞങ്ങൾ റെസ്ട്രിക്ഷൻ കൊണ്ടുവരേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തടിയൻ എന്ന് ഞാൻ അഖിലേഷിനെ എനിക്ക് ഓർമ്മ വെച്ച കാലം പോലെ അങ്ങനെയാണ് വിളിച്ചോണ്ടിരുന്നത്. ഇപ്പോ അത് പൊളിറ്റിക്കലി റോങ് ആണ്. അങ്ങനെയല്ലടാ, അതൊരു എന്ന് വെച്ചാൽ ഇപ്പോൾ ബോഡി ഷേപ്പ്. നമ്മളൊരു പ്രൈവറ്റ് സ്പേസ് ഇരുന്ന് അവനെ തടിയാന്ന് വിളിക്കുന്നത് കുഴപ്പമില്ല. പക്ഷെ ഇത് ഇപ്പൊ കാർത്തികിന്റെ വീഡിയോ കാണുന്ന ഒരാൾക്ക് ഇപ്പൊ കാർത്തികിന്റെ ഫ്രണ്ട്സ് ആയാലും അവനായാലും ഒരു അടുത്തുള്ള ഒരാളിനെ പോലെയാണ്. അപ്പൊ അവരും പുള്ളിനെ വിളിക്കുന്നത് അഭിസംബോധന ചെയ്യുന്നത് ഇങ്ങനെയാണ്, തടിയാ. അതൊരു അല്ല, അത് ശരിക്ക് ഈ നിക്നെയിം വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ട് അല്ലേ വിളിക്കുന്നത്? അത് ക്യാരക്ടറിസ്റ്റിക് വേണം. പിന്നെ രണ്ടാമത്തെ കാര്യമാണ് ഇൻറ്റിമസി കൊണ്ട് വിളിക്കും, സ്നേഹപൂർവ്വം വിളിക്കും. നിങ്ങളൊക്കെ തടിയാന്ന് വിളിക്കുന്നവനെ കളിയാക്കാൻ വേണ്ടി വിളിക്കുന്നതല്ലല്ലോ. പക്ഷെ പുറത്തുനിന്ന് ഒരാൾക്ക് അത് അതുപോലെ ഉൾക്കൊള്ളണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ ആ സ്ഥലത്ത് ചില നിയന്ത്രണങ്ങളൊക്കെ നമ്മൾ ഏർപ്പെടുത്തേണ്ടി വരും. കാര്യം നിങ്ങളുടെ പ്രൈവറ്റ് ലൈഫിൽ നിങ്ങൾക്ക് എന്ത് വേണോ സംസാരിക്കാം. പക്ഷെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള അവസരം കൊടുക്കാതെ ആയിരിക്കണം.
കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടത്. അതിനുവേണ്ടി ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടി എന്ന് കരുതി നിങ്ങൾ അതെല്ലാം മാറ്റി വയ്ക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സണാലിറ്റിയും പോവേണം. നിങ്ങളുടെ പേഴ്സണാലിറ്റി മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ മാറ്റി വെക്കേണ്ടി വരുന്നു. അതെ, അതും ശരിയല്ല. ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങളല്ലാതാവുന്നുണ്ടോ എന്ന് ചെറിയൊരു സംശയം ഇതെല്ലാം മാറ്റി കഴിയുമ്പോൾ. അല്ല, അത് ശരിയാണ്. നിങ്ങളിപ്പോൾ വളരെ ഫ്രീ ആയിട്ട് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സംസാര ശൈലിയിൽ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി മാറ്റങ്ങൾ വരുത്തിയാൽ പിന്നെ നിങ്ങളില്ല. ശരിയാണ്. നിങ്ങൾ മറ്റുള്ള ആളുടെ ടൂളായിട്ട് മാറണം. മറ്റുള്ളവരുടെ സ്പോക്മാനായിട്ട് നിങ്ങൾ മാറുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. നിങ്ങൾ ആരാണ് എന്താണെന്നുള്ളത് മറ്റുള്ളവരെ അറിയിക്കുക. അത് നേരായ വഴിക്കായിരിക്കണം. മറ്റുള്ളവർക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവരുത്. എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിരുന്നാലും എതിരഭിപ്രായം ഉണ്ടാവും മോനെ. അത് ഈ ലോകത്തിൻ്റെ ആരംഭം മുതൽ അങ്ങനെ തന്നെയാണ്. കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം വായിച്ച് എൻ്റെ ഒരു എല്ലളായി പോയെന്നാണ് തോന്നുന്നത്. മോനെ, ക്രിട്ടിസൈസ് ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പമാണ്. ഏത് കാര്യത്തിൽ. ഇപ്പം നിങ്ങളുടെ പോഡ്കാസ്റ്റ് കേട്ടിട്ട് അല്ലെങ്കിൽ പോഡ്കാസ്റ്റിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം ക്രിട്ടിസൈസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ആ ഒരു ഡയസിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങൾ പുറത്തേക്ക് പ്രവഹിപ്പിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ പച്ച മലയാളത്തിൽ പറയാം. പുറത്തേക്ക് പ്രസരിപ്പിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കാൻ പാടില്ല. പക്ഷേ യഥാർത്ഥ ക്രിറ്റിസിസം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് ഞാൻ ഉൾക്കൊണ്ടിട്ട് ഇങ്ങനെ കൂടെ ആയിരുന്നാൽ നന്നായിരിക്കും എന്നൊരു സജഷൻ വരെ നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യണം. അല്ലാതെ വിമർശിക്കാൻ വേണ്ടി വിമർശിക്കുന്നവർ നിങ്ങൾ ഇഗ്നോർ ചെയ്യുക. അത് ഞാൻ പറയാനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് അറിയാമോ, ഇത് വായിക്കുമ്പോൾ ഉണ്ടല്ലോ, ഓക്കെ അത് ശരിയാണല്ലോ, കറക്റ്റ് ചെയ്യണം. എന്നിട്ട് ഞാൻ ഇതിൻ്റെ മൈക്കിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുമ്പോൾ ഈ തോട്ടെല്ലാം എൻ്റെ മനസ്സിൽ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് പറയുമ്പോൾ 10 ആംഗിളിൽ ഞാൻ ചിന്തിക്കണം. എടാ ഫ്രീ ഫ്ലോ ഓഫ് തോട്ട്സ് കുറച്ച് ബുദ്ധിമുട്ടായി. ചിലപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ അത് ഓക്കെ ആവുമായിരിക്കും. എപ്പോഴും ഏറ്റവും കൂടുതൽ ക്രിറ്റിസിസം അനുഭവിക്കുന്നത് ഫ്രീ തിങ്കേഴ്സാണ്. മറ്റുള്ളവർ അങ്ങനെയല്ല. ഫ്രീ തിങ്കേഴ്സ് അല്ലാത്തവർ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഒറിജിനാലിറ്റി അവിടെ നഷ്ടപ്പെടുകയില്ലേ. നിങ്ങളുടെ ഒറിജിനാലിറ്റിയും നിങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റിയും അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇൻഡിവിജ്വാലിറ്റി കളഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ സുഖിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സംസാരം നിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നന്നായിരിക്കും. എന്നാൽ ഈ ശ്രോതാക്കളെ ഹട്ടിയത്ത രീതിയിൽ നിങ്ങൾ പെരുമാറാനും പാടില്ല. അങ്ങനെ അതിനൊരു നിയന്ത്രണം കൂടെ വെക്കണം. പിന്നെ എങ്ങനെ ചെയ്തിരുന്നാലും ക്രിട്ടിസൈസ് ചെയ്യാൻ ആൾക്കാരുണ്ടാവും. അത് ലോക സ്വഭാവമാണ്. അത് അതിൻ്റെ വഴിക്കങ്ങ് വിടുക. എന്തായാലും ഇന്നും ഈ പോഡ്കാസ്റ്റ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളിലും. നമ്മളെ അത് അറിയുന്നതിൽ വളരെ സന്തോഷം. അതല്ല, വേറൊരു കാര്യം ഈ അറിയാനും അറിയിക്കാനും ഉള്ളൊരു വേദിയും കൂടെ ആയിട്ട് തന്നെ കാണുന്നുണ്ട്. ഇപ്പം ഞാൻ നിങ്ങളുടെ തമാശയും നിങ്ങളുടെ ചളിയും ഒക്കെ ശ്രദ്ധിച്ച് കേൾക്കാറുണ്ട്, അത് ആസ്വദിക്കാറുമുണ്ട്. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിലൊരുപാട് വാലിഡ് പോയിൻറ്റ്സ് ഉണ്ട് നിങ്ങളുടെ കയ്യിൽ. ആ വാലിഡ് പോയിൻറ്റ്സിനെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ ഈ പൊട്ടിന് തേങ്ങാപ്പീര എന്നുള്ളത് കണക്കാക്കിയാൽ മാത്രം മതി. നല്ല പോയിൻറ്റ്സ് ഒത്തിരി ഉണ്ട് നിങ്ങളുടെ പോഡ്കാസ്റ്റിൽ. അത് ഇഷ്ടപ്പെടുന്നവരുണ്ടെന്നാണ് എനിക്ക് കമൻസിലൂടെ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കുറേ നല്ല ആൾക്കാരുണ്ട്. പിന്നെ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഏത് കണ്ടാലും എന്ത് കണ്ടാലും വിമർശിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. അത് സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണ്. എല്ലാവരെയും വഴിക്കിടുക, ഒരേപോലെ എപ്പോഴും സന്തോഷിപ്പിച്ചു അല്ല, എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരിക്കലും ജീവിക്കാൻ സാധിക്കാൻ പറ്റില്ല. അങ്കിള് കാണുമ്പോൾ എൻജോയ്, ഇവന്റെ വ്ളോഗ് കാണുമ്പോഴും എൻജോയ് ചെയ്ത് കാണാറുണ്ടോ, ചിരിക്കാറുണ്ടോ, എങ്ങനെയാണ്? ചില സമയത്ത് അറിയാതെ ചിരിച്ചു പോകാറുണ്ട്. നിങ്ങളുടെയൊക്കെ ആക്ഷൻസും നിങ്ങളുടെ ഫേവറേറ്റ് വ്ളോഗ് ഏതാണ്? അങ്ങനെ പറയാൻ പറ്റില്ല മോനെ. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓരോന്നിലും വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ഈ പാറ്റേൺ പലപ്പോഴും ഒരുപോലെ ആണെങ്കിൽ പോലും നിങ്ങളുടെ കണ്ടൻസ് ഒക്കെ പലപ്പോഴും വ്യത്യാസമാണ്. അപ്പോൾ അതിൽ നിങ്ങളുടെ പ്രതികരണമൊക്കെ രസകരമായ രീതിയിൽ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാര്യം വെച്ചാൽ ഞങ്ങളുടെ ചെറുപ്പകാലത്ത് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ് തീർച്ചയായിട്ടും തോന്നാറുള്ളത്. പിന്നെ അത് എൻജോയ് ചെയ്യണ്ടേ, അതിൻ്റെതായ സെൻസിൽ ആ സെൻസിൽ എൻജോയ് ചെയ്യണ്ടേ. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഏതോ ഒരു കോമഡി പ്രോഗ്രാമിൽ കണ്ടതുപോലെ കോമഡി പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കും, കോട്ട് സ്യൂട്ട് വിട്ട ഒരു 10-20 പേര് ഫ്രണ്ടിൽ വന്നിരുന്ന് മസിലും പിടിച്ചിരിക്കും. അങ്ങനെയുള്ളവർ എന്തിനാണ് ഇത് കാണാൻ വരുന്നത്? ശരിയാണ്, റിലാക്സ് ആണ്.
ചിരിക്കൂല. അല്ല, അവർ ചിരിക്കില്ല. ചിരിച്ചു കഴിഞ്ഞാൽ എന്തോ നഷ്ടപ്പെട്ടു പോകുന്നൊരു തോന്നലാണ്. ശരിക്കും അതൊരു തരത്തിലുള്ള അപകർഷതാബോധം ഞാൻ പറയില്ല. അല്ല, മറ്റവൻ ഞാൻ ചിരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്ന് തോന്നൽ, അതുകൊണ്ട് ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കും. അങ്ങനെ ഇരിക്കുന്നവർ ഇതുപോലുള്ള പ്രോഗ്രാമിൻ്റെ മുമ്പിൽ വന്നിരുന്നു കഴിഞ്ഞാൽ എങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റും? എപ്പോഴും മനസ്സ് തുറന്ന് ചിരിക്കാനുള്ള അവസരമാണ് നിങ്ങൾ പലപ്പോഴും കൊടുത്തിട്ടുള്ളത്. നിന്റെ പ്രോഗ്രാമിന്റെ ജഡ്ജസ് അങ്ങനെയല്ലേ? പ്രേക്ഷക പ്രതിനിധി അവർ ചിരിക്കാറുണ്ട്. അവർ ചിരിക്കാറുണ്ട്. മറ്റേ പുള്ളിയാണ് മറ്റേ നസീർ സംക്രാന്തി ഇക്ക കുറച്ച് പാടാണ് ചിരിക്കുക. അല്ല, അത് വേറൊരു കാര്യമുണ്ട്. നമ്മൾ ഏറ്റവും നല്ല കൊമേഡിയൻ അല്ലേ? അല്ല, കേരളം കണ്ട ഏറ്റവും നല്ല കൊമേഡിയന്മാർ ഒരാളാണ് നമ്മുടെ ജഗദീഷ് ശ്രീകുമാർ. പക്ഷെ പുള്ളിയുടെ പേഴ്സണൽ ലൈഫിൽ പുള്ളി ആവശ്യമില്ല ചിരിക്കില്ല, ഗൗരവക്കാരനാണ്. ശരിയാണ്. ആ ഇന്റർവ്യൂ ഒക്കെ കാണുമ്പോൾ പിന്നെ ഈ ശരിക്കുള്ള കൊമേഡിയൻസ് ചിരിക്കാതിരിക്കുന്നതിന് മറ്റൊരു കാരണമുണ്ട്. ഒരു കോമഡി പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ പറയുന്ന കോമഡികൾ ഇവർ പല പ്രാവശ്യവും കണ്ടും കേട്ടും അനുഭവിച്ചും മടുത്തിരിക്കുന്ന കാര്യങ്ങളായിരിക്കും പറയുന്നത്. അതെ, അങ്ങനെ വരുമ്പോൾ അതിലുപരിയായിട്ട് ഇവർ ചെയ്ത കോമഡിയേക്കാൾ കുറേ കൂടെ ബെറ്റർ ആയിട്ടുള്ളത് മാത്രമേ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴേ സ്വാഭാവികമായിട്ട് ചിരി ഉണ്ടാവുള്ളൂ. ഇവരുടെ പല പ്രോഗ്രാമിലും അങ്ങനെയുള്ളത് കാണാറില്ല. എന്നെ പ്രേപ്രാക്കുമെന്ന് ഞങ്ങൾ ഒരു ദിവസം ചോദിച്ചപ്പോൾ പറ്റൂല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഞാൻ ചുമ്മാ ചിരിക്കുമെന്ന്, പെട്ടെന്ന് ചിരിച്ചു, ചുമ്മാ നഷ്ടത്തിലായി പോകും. അയ്യോ അയ്യോ. നീ ചോദിച്ചോ അങ്ങനെ? എന്താടാ ഞാൻ ആയിക്കോട്ടെ. ഞാൻ അത് ചെന്നപ്പോഴേ ചോദിച്ചു. അത് ഞാൻ ആങ്കറായിട്ട് ജഡ്ജ് ആവട്ടെ, ജഡ്ജ് ആയിരിക്കാതെ എനിക്കൊന്ന് അതുകൊണ്ടാണെന്ന് അവര് നിനക്ക് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതുന്നു. അത് ശരിക്കും ഈ ജഡ്ജിമാരെന്ന് പറയുമ്പോൾ അവർ പ്രേക്ഷക പ്രതിനിധിയാണ്. പ്രേക്ഷകരുടെ ഒരു പരിച്ഛേദം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ ഈ 3 പേരും അവരാഗ്രഹിക്കുന്ന തരത്തിലുള്ള ഈ കോമഡി വന്നില്ല എങ്കിൽ അവരാസ്വദിക്കില്ല. അതേസമയം അവരെ ആ രീതി, ആ നിലവാരത്തിൽ കോമഡി ആസ്വദിക്കാൻ കഴിയാത്ത ആൾക്കാർ ചിരിക്കും. അപ്പോൾ യഥാർത്ഥ പ്രേക്ഷക പ്രതിനിധിയായിട്ട് അവരെങ്ങനെ മാറും? പ്രേക്ഷകരുടെ പരിച്ഛേദമായിട്ട് മാറില്ല. അവിടെയാണ് ഈ പ്രോഗ്രാമിൽ പലപ്പോഴും അവർ പരാജയപ്പെടുന്നതിൻ്റെ കാരണം അതാണ്. ഈ പ്രേക്ഷക പ്രതിനിധിയായിരിക്കുന്നവർ കോമൺ മാൻ എങ്ങനെയാണ് ഈ പ്രോഗ്രാമിനോട് റിയാക്ട് ചെയ്യുന്നത് അവരാണ്. അതായത് പ്രേക്ഷക പ്രതിനിധി ചിരിക്കുന്നത് ഈ പ്രേക്ഷകൻ്റെ ചിന്താഗതിയാണ്, അല്ലേ? അപ്പോൾ പ്രേക്ഷക പ്രതിനിധി എപ്പോഴും പ്രേക്ഷകനെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ചിരിക്കേണ്ടത്. പക്ഷെ പ്രേക്ഷക പ്രതിനിധി മാത്രം ചിരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പ്രേക്ഷകൻ ചിരിക്കണമെന്നില്ല. ഓരോരുത്തരെയും ആസ്വാദനം. അതെ. അപ്പോൾ ശരിക്കും ഒരു കോമൺ ഫാക്ടർ വേണം. ഒരു ഗ്രൂപ്പ് ആൾക്കാരെ റെപ്രസെന്റ് ചെയ്ത് പോകുമ്പോൾ ആ ഗ്രൂപ്പിനെ ചിരിപ്പിക്കുന്ന, ഗ്രൂപ്പിൽ നല്ലൊരു ശതമാനത്തെ ചിരിപ്പിക്കുന്ന കോമഡി ആയിരിക്കണം വരേണ്ടത്. അല്ലാതെ പ്രതിനിധീകരിച്ചിരിക്കുന്നവൻ ചിരിച്ചാൽ നമ്മൾ ചിരിക്കണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ ചിരിക്കുമ്പോൾ അവർ ചിരിക്കണമെന്നില്ല, തിരിച്ചും ആവാം. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഒരു പ്രോഗ്രാം നിങ്ങൾ നടപ്പിലാക്കേണ്ടത്, നടത്തിക്കൊണ്ട് പോകേണ്ടത്. അവിടെ പല പ്രാവശ്യം നിങ്ങൾ പരാജയപ്പെട്ടു പോകുന്നതായിട്ട് എനിക്ക് കണ്ടിട്ടുണ്ട്. നമ്മൾ ഇംപ്രൂവ് ചെയ്യാൻ എന്നും ശ്രമിക്കുന്നുണ്ട് അച്ഛാ. അതെ, ശ്രമിച്ചാൽ നല്ലത്. നമ്മൾ ഇപ്പോൾ മനോരമയിലെ ഹയസ്റ്റ് റേറ്റഡ് പ്രോഗ്രാമാണ് കേട്ടോ. കഴിഞ്ഞ ആഴ്ചത്തെ TR റേറ്റിംഗ് 8:30 സമയം വന്നിട്ട് മനോരമയിലെ ഏറ്റവും ഹയസ്റ്റ് റേറ്റഡ് കണ്ട് വന്ന കാണാൻ തോന്നും പ്രോഗ്രാം നമുക്ക് തോന്നും. അത് നിങ്ങളുടെ വ്ളോഗ് പോലെ തന്നെയാണ്. ആദ്യം എല്ലാവരും തെറി വിളിക്കും, അത് കഴിഞ്ഞ് അതിന് അഡിക്റ്റ് ആവും. കാര്യം നിങ്ങളുടെ വ്ളോഗിൽ നിങ്ങൾ ഓരോരുത്തരുടെ കമൻറ്റ്സ്, നിങ്ങൾ ഓരോരുത്തരെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സന്തോഷവും അഭിമാനവും തോന്നാറുണ്ട്. കാര്യം നിങ്ങൾ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളതാണ്. നിങ്ങളുടെ ഓഡിയൻസിന്, വ്ളോഗിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ അഭിപ്രായം, യങ് ജനറേഷനാണ് നിങ്ങളുടെ ഓഡിയൻസ് എന്ന് പറയുന്നത്, അല്ലേ? കൂടുതലും നല്ലൊരു ഏറെക്കുറെ ഒരു 50% കൂടുതൽ അവർ തന്നെയാണ്. അവരുടെ മനസ്സിൽ നിങ്ങൾ പതിഞ്ഞിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ ഓരോ ആക്ഷൻസും കുട്ടികളുടെ ആക്ഷൻസ് റിഫ്ലക്ട് ചെയ്യും. അതുകൊണ്ടൊന്ന് സൂക്ഷിക്കുകയും കൂടെ വേണം. അല്ല, അതുകൊണ്ടാണ് എന്തുമാത്രം ഞാൻ എന്റെ കണ്ടന്റ് സെൻസർ ചെയ്തിട്ടുണ്ട്. നീയൊക്കെ വിളിച്ച് പറയണോ, എല്ലാ സാധനം എടുത്ത് ഇട്ടാണ്ടല്ല. എന്റെ ബ്ലൂപ്പർ ഉണ്ട്. അയ്യോ, അതല്ല അച്ഛാ, നമ്മളിപ്പോ ഫ്രണ്ട്സ് ആയിട്ട് നിൽക്കുമ്പോ നമ്മൾ ഭയങ്കര ഫ്രീ അല്ലേ? കൊറേ മുട്ടൻ അഡൽട്ട് കോമഡികളൊക്കെ ഒരുപാട് വരാറുണ്ട്. നിനക്ക് ഞാൻ സ്പെഷ്യൽ ആയിട്ട് റീൽ ഇറക്കണുണ്ടാ. എന്നോട് ഒരാളൊരിക്കൽ ചോദിച്ചിട്ടുണ്ട്, ഈ തെറി പറയുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ടോ? ഞാൻ പറഞ്ഞ ആദ്യം എനിക്ക് തെറി പറയുമ്പോൾ ഫീൽ ചെയ്യാറുണ്ട്.
പിന്നീട് ഈ തെറിയെക്കുറിച്ച് ഞാനൊന്ന് പഠിച്ചു നോക്കി. ഒരു നെഗറ്റീവ് ഒരു എനർജി ക്രിയേറ്റ് ചെയ്യുന്ന വാക്കുകളല്ലേ അത്. ഈ നെഗറ്റീവ് എനർജി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നല്ലേ. ഏത് തെറിയും ശരീരത്തിൻ്റെ അവയവങ്ങളുമായി ബന്ധപ്പെട്ടല്ലേ പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ അവയവങ്ങളെ ബന്ധപ്പെടുത്തി പറയുമ്പോൾ നമുക്കത് തെറിയായിട്ട് ഫീൽ ചെയ്യേണ്ട കാര്യം എന്താണ്? അത് ചിലപ്പോൾ ടോൺ ആയിരിക്കും വെച്ചാ, ആ പറയുന്ന ടോണായിരിക്കും. അല്ല വാക്കുകൾ കൊണ്ട് നമുക്ക് അത് തെറിയാണെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. പിന്നെ നമ്മളൊരു പ്രത്യേക മൂഡിലിരിക്കുന്ന സമയത്ത് ഒരു വാക്ക് കേൾക്കുമ്പോൾ നമുക്കൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. അപ്പോഴേ നമുക്കതൊരു തെറിയായിട്ട്, ശരിക്കും പറഞ്ഞാൽ തെറിയെന്ന് പറയുന്നത് മലയാള വാക്കുകൾ തന്നെയാണ്. ആ വാക്കുകൾ പല ടോണിൽ പ്രയോഗിക്കുമ്പോൾ നമുക്കത് തെറിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ല തെറി എന്നുള്ളൊരു സംവിധാനമൊന്നും ഇല്ല. എന്ത് തെറിയാ ഉള്ളത്? അത് ശരിയാണ് കേട്ടോ. ഇപ്പം ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ഇപ്പം ഇവനെ തെറി വിളിക്കുകയാണ്, പക്ഷെ തെറിയുള്ളൊരു വാക്കല്ല കേട്ടാ, കഫക്കെട്ട് കണ്ട ആ ആറ്റിറ്റ്യൂഡ് കണ്ടാ. പഞ്ച് കിട്ടിയില്ല. അയ്യോ, എനിക്ക് നിങ്ങളുടെ യങ് ജനറേഷനോട് പറയാനൊരു കാര്യം മാത്രമേ ഉള്ളൂ. പരസ്പരം സ്പർദ്ധയില്ലാതെ ജീവിക്കുക. സ്പർദ്ധ എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ അല്ലേ? ഫ്രിക്ഷൻ അല്ല, അടിയുടെ വിരോധമില്ലാതെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ജീവിക്കുക. സെൽഫിഷ് ആവാതിരിക്കുക. പിന്നെ എല്ലാവരും പറയുമ്പോൾ എനിക്ക് സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഒരുപാടുണ്ട്, അങ്ങനെയൊന്നും ചിന്തിക്കാതിരിക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത് പോകും, വന്നോളും. അത് സമൂഹം അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. അതാണ് വേണ്ടത്. നല്ല നല്ല മനുഷ്യരായിട്ട് പ്രശ്നങ്ങളില്ലാത്തൊരു ലോകം, അതായിരിക്കണം നമ്മുടെ മുദ്രാവാക്യം. അതാണ് നമ്മൾ സ്വപ്നം കാണുന്ന കിനാശേരി ഇന്ത്യ. അതെ. അപ്പോൾ നമ്മുടെ ഒരു എപ്പിസോഡിന് വന്ന് ഇത്രയും നല്ലൊരു എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആക്കി തന്നു. ഇൻഫോർമേറ്റീവ് എന്റർടൈനിങ് ആയിരുന്നു. അതെ, 2:30-3 മണി ആവാറായി ഇപ്പൊ തന്നെ. താങ്ക് യു സോ മച്ച് അച്ഛാ. എന്തായാലും ഈ ഒരു പോഡ്കാസ്റ്റ് എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് എൻ്റെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതിന് വേദി ഉണ്ടാക്കി തന്ന നിങ്ങളോടും എനിക്ക് നന്ദിയുണ്ട്. ചോദ്യങ്ങളെല്ലാം വളരെ നന്നായിരുന്നു. അതിനെ മാച്ച് ചെയ്യുന്ന ഉത്തരം പറയാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും വളരെ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് എനിക്ക് വേണം. കാരണം കഴിഞ്ഞ 2-3 പോഡ്കാസ്റ്റ് ആയിട്ട് ഇതിലിരുന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ റൂട്ട് മാറി പോകാതിരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ അത് വർക്കൗട്ട് ആവുന്നുണ്ടോ എന്നൊന്ന് അറിഞ്ഞാൽ നല്ലായിരുന്നു. എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ലാപ്ടോപ്പ് തന്നോണ്ടല്ലേടാ അത് ഇപ്പൊ ഇരുന്ന് അപ്പൊ എന്തായാലും അച്ഛാ താങ്ക് യു. ഇന്റർനെറ്റ് പോഡ്കാസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡോടെ വൈൻഡപ്പ് ആണ് സുഹൃത്തുക്കളെ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹോസ്റ്റ് കാർത്തിക് സൂര്യ, ശ്രീകാന്ത്, അഖിൽ ദാസ്, പിന്നു ആയിരിക്കുന്ന എൻ്റെ അച്ഛൻ. ആൻഡ് വി ആർ